ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ തുർക്കിയിലാണ്. ഗൈസ് നോക്കൂ, നമ്മുടെ ആദ്യത്തെ കാഴ്ച തന്നെ തുർക്കിയിലെ വില്ലേജ് ആകട്ടെ. ഗൈസ് നോക്കൂ, അപ്രകാരം നമ്മൾ ഇന്ന് അങ്ങനെ തുർക്കിയിലെ ഒരു വില്ലേജ്, അതായത് ഗ്രാമപ്രദേശം കാണാൻ വേണ്ടി പോവാണ്. ഒരു മിനി സ്വിറ്റ്സർലാൻഡ്, ഒരു മിനി ഊട്ടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ സ്ഥലത്ത് പച്ചപ്പുണ്ട്. ഗൈസ് നോക്കൂ, അതിൻ്റെ തൊട്ട് എൻട്രി ഭാഗമായ ആ ഒരു ക്യാമ്പർ സൈഡിലാണ് നമ്മളിവിടെ കിടക്കുന്നത്. ഗൈസ് നോക്കൂ, കഴിഞ്ഞ 2 ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ദിവസം 1800 രൂപ വെച്ച് 2 ദിവസത്തേക്ക് നമ്മളിവിടെ എടുത്തു. ഇവൻ ഇവിടുത്തെ ഒരു കുട്ടിയാണ്, നല്ല ഒരുത്തനാട്ടോ, നല്ല അനുസരണയൊക്കെ ഉള്ള നല്ലൊരു അല്ലേ. ഗൈസ് നോക്കൂ, ഈ കാണുന്നതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു തേയിലയാണെന്ന്. അപ്പം ഇന്നലെ വീഡിയോ ഉണ്ട്, എല്ലാവർക്കും ഈ ഒരു ക്യാമ്പർ ഗ്രൗണ്ടിനെ കുറിച്ച് അറിയാം. പുള്ളിക്കാരനോട് ഞങ്ങൾ ബായ് പറഞ്ഞു. നേരെ ഈ കാണുന്ന ഒരു കിട്ടിയിലൻ സ്ഥലത്തൂടെ ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഗൈസ് നോക്കൂ, ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഇത് ഇൻ്റർനാഷണൽ പാതയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ക്യാമ്പേഴ്സ് വരുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് മേലോട്ട് ഗൈസ് നമുക്കപ്പോൾ വണ്ടി എടുക്കാം, വിടാം. ഞാൻ വണ്ടി തിരിച്ച് മാറ്റി വെക്കട്ടെ. അത് ഈ ഒരു ക്യാമ്പർ സൈറ്റിൽ നിന്ന് ഇവിടുന്ന് നമുക്ക് ഇറങ്ങി ബോർഡ് നോക്കണേ. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടാട്ടോ പോകണ്ടേ. അത് നമുക്ക് എണ്ണ അടിക്കണ്ട വണ്ടിക്ക്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോട്ടെ. എണ്ണ അടിക്കണം, കുറച്ച് കുപ്പിവെള്ളം മേടിക്കണം, കഴിക്കാനുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കണം. അഥവാ ഗ്രാമത്തിൽ പോകുന്ന നേരത്ത് എന്തെങ്കിലും രീതിയിൽ വിഷയം ഉണ്ടെങ്കിൽ പണി പാലും ബാക്കമാൻ. ഞാനിപ്പം ഒരു സാധനം കളഞ്ഞാനേ. ഇത് നാട്ടിൽ 2500 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുന്ന MIയുടെ സാധനമാണ്. ഇവിടെ 5000 രൂപയ്ക്കാണ് നമ്മൾ ഈ സാധനം മേടിച്ചത്. ചാർജില്ല, ഉണ്ട്. യെസ്. അപ്പോൾ ഈ സാധനം കൊണ്ട് നമ്മൾ ഇതിന് ഇച്ചിരി കാറ്റ് കുറവാട്ടോ. അതെ, മാക്സിമം ഒറ്റ ടയർ അടിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഉപകാരങ്ങളില്ല. സഹായിക്കാൻ വന്നതല്ലേ. ഗൈസ് ഇത് നോക്കിയേ, വലിയ ഉപകാരമില്ലാത്ത സാധനം കേട്ടോ. ഇത് മേടിക്കലെന്ന് ഞാൻ പറയത്തുള്ളൂ, കാരണം ഇത് അത്ര പോരാ. ഞാൻ ഉപയോഗിച്ചാൽ മറ്റേ കുത്തിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എപ്പോഴും നല്ല. 64 ഉള്ളൂ ടയർ. 70 അടിക്കുവാണെങ്കിൽ എന്നാ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടയറും ഒരേപോലെ 70 ടയർ നമുക്ക് മാറ്റിയൊന്നുമില്ല ഇതിന്. ഇതല്ലേ ഇത് മാറ്റണം, അലൈൻമെന്റും ചെയ്യണം അല്ലേ. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനൊക്കെ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് സൗണ്ടിൽ നിന്ന് മനസ്സിലാകുന്നത് കേട്ടോ. പടയെന്ന് പറഞ്ഞ് കയറുന്നുണ്ട്. കാലാവസ്ഥയുടെ ഇത് കാരണം ഇത് കണ്ടോ, ഇതൊക്കെ ഉണ്ടോ, ഈ പിന്നൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഏകദേശം പുതാകഥയായി മാറി കേട്ടോ. ഈ പിന്നെ ഇത് വിൻ്റർ ടയർ കേട്ടോ, ഇത് കണ്ടോ. ഇതുകൊണ്ടാണ് നമ്മളെ പിടിക്കാതിരുന്നത്. ഇത് 4 ടയറും 5 ടയറും വിൻ്റർ ടയറാണ്. 80 ആയതുകൊണ്ട് അതാണ് ഈ 80 ടയർ പൊട്ടി. അല്ല, ഓൾ ടെറൈൻ, എല്ലാ ടെറൈനിലും ഓടിക്കാൻ പറ്റിയാണ് 80. കാരണം ഇത് പൊട്ടിയിടാ, നമുക്ക് മാറ്റാം. ടയർ എന്തായാലും ഇന്നോ നാളെ മാറ്റണം കേട്ടോ. ഇല്ല പണിയാണ്. 2 ടയർ പുതിയത് മേടിക്കണം എത്രയും പെട്ടെന്ന്. അല്ല, തുർക്കിയിൽ നിന്ന് പുതിയ ടയർ മേടിക്കുന്നില്ല. ഏതാണ്ട് ഒരു 6000, 3000, 3500, 4000 കിട്ടണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ലാഭമാണ്. ചൈന കിട്ടണം. ചൈന ഇട്ട് രക്ഷപ്പെട്ടു. രാവിലെ തന്നെ ഗ്ലാസ് ഒക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തു. ഇനിയിപ്പോൾ ഇത് കയറട്ടെ. കയറിയ ശേഷം എണ്ണ അടിക്കണം. അതിനുശേഷം കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അതിനുശേഷം നമുക്ക് നേരെ മുകളിലേക്ക് യാത്ര തുടങ്ങാം. ഇത് ആ പുള്ളിക്കാരനാണ് നമ്മളെ ഹോസ്റ്റ് ചെയ്ത്. ഹായ്. പുള്ളിക്കാരനാണ് നമുക്കിവിടെ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞു തന്നു, ഇവിടെ എല്ലാം കാണിച്ചു തന്നൊക്കെ. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ, കൈക്കാരൻ. പ്രധാനപ്പെട്ട നടത്തുന്ന ഒരു ചേച്ചിയല്ലേ ഇവിടെ. ഞാൻ കണ്ടൊന്നുമില്ല. ചേച്ചി വന്നിട്ട് കുറേ സംസാരിക്കാൻ കുറേ കാര്യം ചെയ്യും. ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടി നേരെ ബേക്കിലോട്ട് പോയിട്ട് നമുക്ക് ആദ്യം എണ്ണ അടിക്കണം. എണ്ണ അടിച്ച് ഫുൾ ടാങ്ക് ആയിട്ട് വേണം പോകാം. അതാ നമ്മൾ മേളിൽ എന്തെങ്കിലും കാര്യം സ്റ്റക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ കിട്ടൂല. എണ്ണ കിട്ടിയാൽ തന്നെ ബ്ലാക്കിലേ കിട്ടുള്ളൂ. ബ്ലാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ നമുക്ക് ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് എന്താണെങ്കിലും പറ്റിക്കും എന്നുള്ള ഉറപ്പാണ്. അതാണ് നമുക്ക് കരുതൽ ശേഖരമായിട്ട് നമുക്ക് എണ്ണയും കരുതൽ ശേഖരമായിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി സ്നാക്സ് മേടിച്ച് വെക്കണം. എന്താണെന്ന് വെച്ചാൽ വല്ല ചിപ്സോ അങ്ങനത്തെ ചിപ്സ് ഒന്നും വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ചിപ്സ് മതി. തട്ടും അങ്ങനെ ഓടിച്ച് പോകല്ലേ, നേരേക്ക് പോ. പോട്ടെ. പോട്ടെ. ഇവന് അങ്ങനെ ഏറ്റാനാണോ ഉദ്ദേശിച്ചത്? റോഡിൽ കൊണ്ടിട്ട് തിരിക്കാൻ നേരെ പോവാം കേട്ടോ. ചലോ പെട്രോൾ പമ്പ്, ചലോ ഡീസൽ. ഗൈസ്, നമ്മൾ നേരെ ഫ്രണ്ടിൽ പോകുന്നു. ബേക്കിൽ എണ്ണയുണ്ട് കേട്ടോ. എവിടെ? അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അന്ന് അവിടെ തന്നെ അടിച്ചാൽ പോരെ. ഗൈസ്, ഫൈനലി അങ്ങനെ പെട്രോൾ പമ്പിൽ എത്തിയിരിക്കണം. ഇത് എണ്ണ കിട്ടുമോടാ? എണ്ണ കിട്ടും, കയറ്റി നോക്കാം. അപ്പം അറിയാം എണ്ണ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാലും ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നതല്ലേ. അവരുടെ വണ്ടി നമ്പർ ഇട്ട് അടിച്ചു. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാ സാധനവും കിട്ടും. ഇവിടുന്ന് നമുക്ക് ബ്രെഡും അങ്ങനെ സാധനങ്ങളും എല്ലാം മേടിക്കും. ഡീസൽ ഏതാ?
ഡീസൽ ഇവിടെ ഇട്ടോ, ഇവിടെ ഇട്ടോ, കറുപ്പായിരിക്കും ഡീസൽ. ഇതായിരിക്കും ഡീസൽ. ഇവിടെ നമുക്ക് അത്യാവശ്യം തിന്നാനുള്ള സാധനം മേടിച്ച് നേരം മേലോട്ട് കയറട്ടെ, അതായിരിക്കും ബുദ്ധി. വേറെ കാര്യമുണ്ട് കേട്ടോ, എന്നാ ഒരു വണ്ടി വന്നാലേ നമുക്ക് എണ്ണ കിട്ടുള്ളൂ. ആണോ? ഫോട്ടോ അടിച്ചു. എന്നാടാ ഫോട്ടോ എടുത്തതിന്റെ? രണ്ടാമത് 5 ലിറ്റർ അടിക്കണം. ഒന്ന് ഫോട്ടോ എടുത്തതിന്റെ. എന്തിനാ സംഭവം മാറിപ്പോ. ആദ്യം 24 ലിറ്റർ അടിച്ചു. 24 110 അല്ലേ? ടാപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇനി അടിക്കണോ? ഇനി അടിക്കണ്ട. അതിന്റെ 5 ലിറ്ററും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഹീറ്ററിന്റെ കാര്യം ഓക്കെ കേട്ടോ. വലിയ വിശാലമായ പമ്പാണ്, വലിയ ജനവാസം ഇല്ലെന്ന് തോന്നി ഈ മേഖലയിൽ. അല്ലെങ്കിൽ തണുപ്പായതുകൊണ്ട് ആൾക്കാർ ഇറങ്ങാത്തായിരിക്കാം. വലിയ ആളും പേരൊന്നും കാണുന്നില്ല സുഹൃത്തുക്കളെ. ഈ കാണുന്ന അതിൻ്റെ അകത്ത് കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വണ്ടി റെഡിയാക്കി ഇവിടെ നേരെ പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലെ ഒരു പിന്നെ അടുത്ത ഒരു നാഴികക്കല്ല്. ഗൈസ് ഫൈനലി സാധനങ്ങൾ മേടിച്ചു. നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനം. ഞങ്ങളൊരു ബണ്ണ് അവിടെ നോക്കി, പക്ഷേ ചൂടാക്കി തരത്തില്ല അല്ലേടാ? ഇവിടെ എന്ന് വെച്ചാൽ ചൂടാക്കുന്ന സാധനമില്ല പമ്പിൽ. എടുക്കാടല്ലേ പിന്നെ നേരെ പോവാം. ഗൈസ് നോക്കും, നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ഫ്രണ്ടിലേക്ക് പോയിട്ട് നമ്മൾ ഇച്ചിരി സമയം താമസിച്ചു. ഇവിടെ നാട്ടിൽ 2 മണി, ഇവിടെ 11 മണിയാവും. അത്ര 1 മണിക്കൂർ താമസിച്ചല്ലേ? 11:30 ഇച്ചിരി മടി കാണിച്ചേട്ടാ. എനിക്കാനുള്ളൊരു മടി കാരണം സംഭവിച്ചു പോയതാണ്. പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളാണ് കാണാൻ. സ്ഥലങ്ങൾ കാണാൻ ഇരുട്ടാവെന്ന് വെച്ചാൽ 6 മണി 7 മണിയാകുമ്പോൾ ഇരുട്ടാവുള്ളൂ. 6:30 ഇവിടുത്തെ ഇരുട്ടിങ് സംവിധാനങ്ങൾ. യെസ് ഗൈസ് പോവാ. ഗൈസ് നമ്മൾ ഡ്രോൺ പറത്തിയത് ഒരു 6 കിലോമീറ്റർ മുമ്പേ ഡ്രോൺ പോയി. ഡ്രോൺ തപ്പി നടക്കാം. വേമ്പ ഇവിടെ പോയി മൈ ഡ്രോൺ ലൊക്കേഷൻ. ഇത് തന്നെ. വെള്ളത്തിൽ പോയാൽ കിട്ടൂല. ഇത് നമ്മൾ ഡ്രോണിനോട് അടുത്തോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ എവിടെയോ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊരു പോക്കത് പോയെ. അതെ, ജീവിതത്തിൽ വശത്തോട് ഞെക്കി പിടിച്ചതാ. അല്ലല്ലോ, വെള്ളമാണോ? എനിക്ക് ഇവിടെ എവിടെയാ സംഭവം. ഇത് എക്സിറ്റ് അടിച്ചിട്ട് ഇവിടെ നിന്ന് ഒന്നും കൂടെ വരാം. ഇതേ ഇവിടെ എവിടെയാ കേട്ടോ. ജസ്റ്റ് നോക്കണോട്ടോ പിന്നെ. ഇതേ വെള്ളത്തിൽ പോയി കാണൂല. കാർ പാർക്കിങ്. ഇത് ഇതിന്റെ ഫ്രണ്ട് അവിടെ എവിടെയാ. എനിക്ക് തോന്നുന്നു ആ വീടിന്റെ മേളിൽ അവിടെ എവരോടും ചോദിച്ചറിയാമല്ലോ. ഇല്ല, അവർക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ എവിടെയാ വീണാക്കുന്നത്. ഇതേ ഇവിടെ എവിടെ വീണു. നമ്മളിപ്പോൾ ലൊക്കേഷനിലുള്ള ഇതേ നോക്കട്ടെ. അതെ ഡ്രോണിലേക്ക് എത്താനുള്ള വഴി ഇതാ. ഇതേ കിടക്കുന്നു. ഇവിടെ ഉണ്ട്. യൂസ് ദി മാപ്പ്, ആപ്പിൾ മാപ്പ്. നടന്നു പോകുന്ന സ്റ്റെപ്പ് ഇടാം. 1 മിനിറ്റ്. നോക്കിയാണ് പിടിച്ചോണേ. മൈ ലൊക്കേഷൻ, മൈ ഡ്രോൺ ലൊക്കേഷൻ. ബാ. ഇത് എവിടെ ഉണ്ട്? മരത്തെ കൊടുങ്ങോ? ഇങ്ങനെ വരികയല്ല. ഇവിടെ എവിടെയാടാ? ഇവിടെയാ സാധനം കിട്ടി. എന്ത് ഇത് ഇവിടെ കിടക്കുന്നുണ്ട് പൈപ്പിന്റെ ഇടയ്ക്ക്. ഒന്നും പറ്റിയില്ല കേട്ടോ. ക്യാമറ ഒടിഞ്ഞാൽ ഒടിഞ്ഞോളൂ. ക്യാമറ ഒടിഞ്ഞാൽ ഒടിയുള്ളൂ. തപ്പിയാറുണ്ട് രക്ഷപ്പെട്ടു. എന്തിയെ ഇങ്ങോട്ടാ? അതും കൊണ്ടാ. ഇത് രണ്ടും പിടിച്ച് ഇത് എടുത്തോ. വന്നിട്ട് എല്ലാം എടുത്തോ. എന്നാ സാധനം എടുക്കട്ടെ. എൻ്റെ പൊന്നെ ഭാഗ്യം. എന്തെങ്കിലും പറ്റിയോടാ? ഒന്നും പറ്റിയില്ല. ഭാഗ്യം. പോയെന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാ. കിലോമീറ്റർ കമ്മിങ്. ചാർജ് ലെസ്. വിൻഡ് താങ്ക് യു. നോ പ്രോബ്ലം. യൂട്യൂബർ. ഭാഗ്യം. ഇതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ലൊക്കേഷൻ കിട്ടി. ആ ലൊക്കേഷൻ വെച്ചിങ്ങ് പോകുന്നു. 5 കിലോമീറ്റർ ഇങ്ങ് വന്നു കേട്ടോ. എൻ്റെ അമ്മ ഭാഗ്യം. നല്ല വിഷലായിരുന്നു. അതെല്ലാം പോയാനല്ലേ കയറാട്ടോ. ഇതേപോലെ കാണിക്കും. അത് നോക്കി വന്നു കേട്ടോ. കറക്റ്റ് കിട്ടി. ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. കടന്നോ ഒരു പ്രതീക്ഷയും. ഞങ്ങൾ വിചാരിച്ച പോയെന്നാണ്. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള അറിയായിരുന്നു.
അപ്രകാരം പോയി തപ്പി സാധനം കിട്ടി. ഇത് ഡിജി ആയതുകൊണ്ട് തിരിച്ചു കിട്ടിയതാ. കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചു വീണ് സ്ഥലം കറക്റ്റ്. വെള്ളത്തിലായിരുന്നു ഇല്ല, ചേട്ടൻ എന്തോ ഡൗട്ട് തോന്നി അവനെ. ചേട്ടൻ എന്തോ സൗണ്ടും കാണ്ട് കേട്ടു ബാത്റൂമിന്റെ ഭാഗത്തുനിന്ന്. ചേട്ടൻ ആദ്യം ബാത്റൂമിന്റെ ഉള്ളിൽ കയറി. അത് കഴിഞ്ഞിട്ട് ബാത്റൂമിന്റെ പുറത്ത് നമുക്ക് കിട്ടിയില്ലായിരുന്നു. ഒരു വയറും കമ്പിയുടെ ഇടയ്ക്ക് ആ സാധനം കിടക്കുന്നുണ്ട്. ഭാഗ്യം. പോവാം. രാവിലെ തന്നെ പണി കിട്ടിയാനേട്ടോ. ഗ്രാമം കാണാൻ പോയതാ, പക്ഷെ ഒന്നും പറ്റിയില്ല. ഇനിയും ഈ തണുപ്പ് കാലാവസ്ഥക്ക് ഇനി ചാർജ് നിൽക്കുമല്ലോ. ചാർജ് ഉണ്ടായിരുന്നു, തണുപ്പിനെയാണ് ചാർജ് നിൽക്കാത്ത അല്ലേ ഇവനെ? എല്ലാം പോയില്ലേ? എന്റെ ചായയും പോയി. ചായയും പറഞ്ഞു, വണ്ടി മൊത്തം ചായ മറിഞ്ഞു കേട്ടോ. ഗൈസ്, ഒരു പ്രതീക്ഷയില്ലാതെ കേട്ടോ ഞങ്ങൾ വന്നേ. സാധനം കിട്ടി, ഫൈനലി സാധനം കിട്ടി. ദൈവാനുഗ്രഹം. നമുക്ക് 33 കിലോമീറ്റർ മുതൽ സ്നോഫോള്, കിടിലം ഗ്രാമങ്ങൾ, കിടിലം കാഴ്ചകൾ കിട്ടി തുടങ്ങും. പോടാ ലിബിയ, പോയേക്കാം. ഇനി ആ സാധനം ഇന്നത്തെ ദിവസം തുറണ്ട കേട്ടാ. ഞാൻ പറത്തു, ഇനിയും പറത്തും. അതിന് ചാർജ് നീ നോക്കി. ഗൈസ്, നല്ല വില്ലേജ് കണ്ട് പറത്ത്. നോക്കി എന്തൊരു രസം. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, അത് നോക്കി ഞാൻ പറത്തിയ. പിന്നെ വില്ലേജ് മാത്രമല്ല, ഇവിടെ മറ്റേ ഇത് ചെയ്യുന്ന ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണ്. അതെ, പാരാഗ്ലൈഡിങ് ഇല്ലേ? പാരാഗ്ലൈഡിങ്, പിന്നെ മറ്റേ റിവർ റാഫ്റ്റ്, അങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ട്. ഇതിപ്പോ സീസൺ ഔട്ട് ആയതുകൊണ്ട് നമുക്ക് ഈ സാധനം കിട്ടിയത് കേട്ടോ. അല്ലല്ലോ, ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ഡ്രോണിന്. ഇതിന് പാർട്സ് കിട്ടൂല. അപ്പൊ ഇത് പാർട്സ് ആക്കും. ഇത് പാർട്സ് ആക്കും. ആ സാധനം എടുത്തിട്ട് പോകും. അതാണ് ഏറ്റവും കൂടുതൽ കാര്യം. നമ്മൾ ഈ മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയത് വില്ലേജുകൾ, അതായത് തുർക്കിഷ്, ജോർജിയൻ സൈഡുള്ള വില്ലേജുകൾ. നല്ല വില്ലേജ് കാണാം. ഇനി ഇങ്ങനത്തെ വില്ലേജ് കാണാൻ കിട്ടൂല. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തനതായ തുർക്കിഷ് വില്ലേജുകളാണ്. മിക്സ് ആയിട്ടുള്ള വില്ലേജ് കാണാൻ. ഇതുകൊണ്ട് ഇതൊക്കെ ആക്ടിവിറ്റിയുടെ സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെയുള്ള മൊണാസ്ട്രി കാണാൻ വേണ്ടി പോയി. എനിക്ക് അത് ഇവിടെയല്ല, അത് കുറച്ചും കൂടെ പോകണം അല്ലേ. ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഈ റിവർ റാഫ്റ്റിങ്, ഇതുണ്ട് ബോട്ട്, അതുപോലുള്ള സാധനങ്ങൾ. പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള ഏറ്റവും സെറ്റുള്ള പരിപാടികളാണ്. കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ശ്വാസമുട്ടൽ അങ്ങ് മാറും കേട്ടോ. പിന്നെ അടുത്ത മാസത്തോടെ ഇവിടെ ഗസ്റ്റിനെ കൊണ്ട് തള്ളിയിട്ട് നിൽക്കാൻ പറ്റും. അറബ്സായ പോലും, അറബ്സ് ഏറ്റവും കൂടുതൽ വരുക ഇവിടെ. ഗൈസ്, നമ്മൾ ഈ പോകുന്ന വഴിയുടെ സൈഡ് വശമൊക്കെ ഉണ്ടല്ലോ, കിടിലൻ ലുക്ക്. നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള ഒരു വീടുകള്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇന്നേ വരെ കാണാത്ത മുസ്ലിം പള്ളികൾ കേട്ടോ. മുസ്ലിം പള്ളി സാധാരണ മുസ്ലിം പള്ളിക്ക് 4 ഗോപുരം പോലെ സെറ്റപ്പ് ഉണ്ടാവും. ഇതൊറ്റ ഗോപുരം പോലത്തെ സെറ്റപ്പേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ടർക്കിഷ് ടൈപ്പ് ആയിരിക്കാം. നമ്മളീ പോകുന്ന വഴിക്ക് ഇത് കണ്ടമാനം നമുക്ക് ഇതുപോലത്തെ നല്ല കിടിലം പച്ചപ്പും, ഒരു നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോയ ഊട്ടി നമുക്ക് പറയാല്ലേ ആ ഒരു ഫീലിംഗ് ആണ്. ഇതൊക്കെ ഫാക്ടറി കേട്ടോ. എനിക്ക് തോന്നുന്നു ടീ ഫാക്ടറി ആണെന്ന് തോന്നി പോകുന്ന ഇഷ്ടം പോലെ. ഈ സൈഡ് മൊത്തം ടീ ഫാക്ടറി. ഇവിടെ ചായ കച്ചവടം നടക്കൂല. ചായ കച്ചവടം ഇവിടെ നടക്കൂല. റഷ്യ ആ ഭാഗത്തൊക്കെ നടക്കും അല്ലേ ഇവനെ? അതെ അതെ, എന്ത് രസം. വെള്ളമൊക്കെ അതിനകത്ത് ഒഴുകി വരുന്നതാണ്. എന്ത് രസം. തനിനീര് പോലത്തെ വെള്ളം, പിന്നെ പ്രത്യേകതരം പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗി കേട്ടോ. വേറെ കാര്യം നീ ശ്രദ്ധിച്ചോ? ഇത്ര നമ്മൾ ഓടിയിട്ടും വഴിക്കൊരു പോലീസിനെ പോലും കാണാനില്ല കേട്ടോ. ഗൈസ്, നമ്മളീ പോകുന്ന വഴി അപ്പുറം ഇപ്പുറം പച്ചപ്പ് നിറഞ്ഞു നിൽക്കുക കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നത് കണ്ടമാനം ടൂറിസ്റ്റ് വരുന്ന ഏരിയ ആണ്. അതുകൊണ്ട് കണ്ടമാനം ഹോം സ്റ്റേകളുണ്ട് സുഹൃത്തുക്കളെ. ഹോം സ്റ്റേയും ഹോട്ടലും, പിന്നെ നമ്മുടെ മറ്റേ ഇതില്ലേ വെള്ളത്തിൽ കൂടി പോകുന്ന കാണാനും കൂടുതൽ ഹോട്ടലാ. പക്ഷേ എന്ന് വെച്ചാൽ അടുത്ത മാസം തൊട്ട് ഇവിടെ ഗസ്റ്റിന്റെ ബഹളമായിരിക്കും കേട്ടോ പറഞ്ഞേ. അങ്ങനെ വരാൻ നേരത്തെ ഇവിടെ ബ്ലോക്കും കാര്യങ്ങളും ആവില്ലേ ഇവനെ. ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ തുരങ്കങ്ങൾ പണിയുന്നു. ഇവിടെ ഒന്നും ചൈന അല്ല കേട്ടോ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന, എല്ലാം തുർക്കി തന്നെയാണ് കേട്ടോ. പിന്നെ ഈ തുർക്കിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ പോലെ തന്നെ എല്ലാ സാധനങ്ങളും ചെയ്യുന്ന ഇവർ തന്നെ കേട്ടോ. ഇവനെ എനിക്ക് തോന്നുന്നു ഇത് മാറാൻ പോകാൻ തോന്നുന്നു. എല്ലാം ഇനിയിപ്പോ തുരങ്കം വഴിയാവാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഗതാഗതങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയാണെന്ന് തോന്നി ഈ തുരങ്കങ്ങൾ ഇങ്ങനെ പണിയുന്നത്. ആയിരിക്കും. എൻ്റെ അമ്മ ആ ട്രക്ക് കയറി വന്ന് വരവ് നോക്കിയാടാ. കണ്ടമാനം കൺസ്ട്രക്ഷൻ സംഭവങ്ങൾ നടപ്പുണ്ട് കേട്ടോ. ഇത്രയും നേരം വരെ ഓടി വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ഫൈനലി ഒരു ടൗൺ കിട്ടി. നോക്കിയേ എന്ത് രസമല്ലേ ടൗണൊക്കെ കാണാൻ വേണ്ടി. നമ്മള് എവിടെയൊക്കെയോ ഇന്ത്യയുടെ ചെറിയ ടച്ച് വരുന്നത്. ഇതാ ഇവിടെ ഗെറ്റവേ ഉണ്ട്, അതുപോലെയുള്ള പല സാധനങ്ങളും ഉണ്ട്. വലിയ ഇതൊന്നുമില്ല കേട്ടോ. റോഡിന്റെ നടുക്കൊക്കെ വണ്ടി ഇട്ടിട്ട് പോകുന്നു. പാർക്കിംഗ് വേണ്ടേ ഇവനെ? അങ്ങനെ ഒരു കാര്യം കൂടി ഇല്ലേ പാർക്കിംഗ്?
പാർക്കിംഗ് വളരെ കുറവാണ് ഇവിടെ. അപ്പോൾ ഉള്ളിടത്ത് വണ്ടി ഇട്ടിട്ടാ എല്ലാവരും പോക്ക്. യെസ് ഗൈസ്, രണ്ട് വശത്തോട്ട് ഡൈവേഷൻ. നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? നമുക്ക് ഈ വശത്തോട്ടാ പോണ്ട കേട്ടോ. പോലീസുകാരെ കണ്ടവരെ ഇവിടെ അങ്ങനെ വലിയ ശല്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവനെ ഇത് ടൂറിസ്റ്റുകൾ ഏറ്റവും വരുന്നവരനെ അങ്ങനെ വലിയ ഇത് പിടിക്കുകയും കാര്യങ്ങളൊന്നും ഇല്ല. എന്തോ പ്രധാനപ്പെട്ട വില്ലേജ് ആട്ടോ. ഈ വില്ലേജിലേക്ക് കയറുന്നതിന് 200 തെർത്തറി എന്ന് പറയുമ്പോൾ നാട്ടിലെ 400. അത് 200 ഏറ്റവും മേളത്തെ. ഇതാണോ? അതല്ലടാ, ഏറ്റവും മേളിൽ ഒരെണ്ണമുണ്ടോ 200. 10. ഇനിയുണ്ട് പൈസ നോക്കി, ഇനിയുണ്ട് 100-നെങ്ങാനും ഉണ്ട് അതിൻ്റെ അകത്ത്. 200 അല്ലേ? എന്തോ പ്രൈതക മേഖലയാട്ടോ. 200 നീ കണ്ടോ? 200. ഗൈസ്, ഇതാണ് ടിക്കറ്റ്. ഇതെന്താന്ന് ചോദിച്ചാൽ ഈ വില്ലേജിലേക്കുള്ളതാന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഇങ്ങനത്തെ കുറേ ഉണ്ടോ? ഇത് കൈ വെച്ചോട്ടോ. ഇതെന്തായാലും ചോദിക്കും. എന്തായാലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാം വെച്ചില്ലേ? കാർഡില്ല കേട്ടോ, ചില സ്ഥലങ്ങളിൽ മാത്രം. ബേക്ക് മൊത്തം വണ്ടി ക്യൂവോട് ക്യൂ ആണ്. ഓക്കെ, നമ്മൾ വണ്ടി എടുത്താലേ ബേക്കിലെ വണ്ടികൾക്ക് പോത്തുള്ളൂ സുഹൃത്തുക്കളെ. ഇത് ഇങ്ങോട്ട് നോക്കൂ, ലൈനായിട്ട് വണ്ടികൾ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ ഒരു ലൊക്കേഷനിലെത്തി. ഗൈസ്, ഇത്ര നേരം വരെ പച്ചപ്പായിരുന്നില്ല, ഇപ്പം മൊത്തം വെള്ളപ്പായി മാറി. വെള്ളപ്പം മഞ്ഞ് വീണ് തുടങ്ങി കേട്ടോ. ഇന്നലെ രാത്രി ഇപ്പോഴും ഉച്ചര മുന്നേ വരെ മഞ്ഞ് വീഴുന്നു. യെസ് ഗൈസ്, നോക്കൂ, നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ ഒരു കിടിലം സ്ഥലം എന്ന് വെച്ചാൽ ഒരു കിടിലം സ്ഥലം. ഫുള്ള് മഞ്ഞ് വീണ് കിടക്കും കേട്ടോ. ഗൈസ്, ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചല്ല തുർക്കിയിൽ ഇങ്ങനത്തെ കിടിലൻ കാഴ്ചകൾ. നമ്മുടെ തുർക്കിയിലും ഇന്ത്യ പോലെ തന്നെ എല്ലാ സംഭവം ഉണ്ട്. മഞ്ഞുണ്ട്, വെള്ളം. ഇത് മിഡിൽ ഈസ്റ്റ് ഏഷ്യ എന്ന് കേട്ടോ. ഇന്നലെ ഞാൻ തുർക്കിയിൽ നിന്ന് അടിച്ച് നോക്കിയപ്പോൾ കണ്ടു. നീ ലോക്ക് ചെയ്തില്ല? യെസ് ഗൈസ്, നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടി അങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരെ താഴോട്ട് പോവാണ്. ഗൈസ്, ടൂറിസ്റ്റുകൾ ഈ പറഞ്ഞത്ര കൂടുതലൊന്നുമില്ല, കാരണം ഇവിടെ സീസൺ തുടങ്ങുന്നുള്ളതെന്ന് പറഞ്ഞാൽ ഗൈസ് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റുകൾ അറബ്സ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് ഒരു മിനിറ്റ്, ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കണ്ടേ. അതായത് നമ്മൾ തുർക്കി ബോർഡറിൽ നിന്ന് അല്ല, ജോർജിയൻ ബോർഡറിൽ നിന്ന് വരാൻ നേരത്ത് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉണ്ട്. അതെ, ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് പറയാൻ അറിയില്ല, ഞാനത് നിങ്ങളെ കാണിച്ചു തരും. എവിടെയത്? എന്നാ ഇതിൻ്റെ പേര്? കുത്തഹ. ഗൈസ്, ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്? സിഗ്നലൊന്നുമില്ല. ഇതെന്നേത്? ഗൈസ്, ഇവിടെ GPS സിഗ്നലൊന്നും മര്യാദയ്ക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ എന്തോങ്ങനെ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ, കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതേ നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. കരവൻ ചൊർക്കോ ഗൈസ്, അങ്ങനെ എന്തോങ്ങനെയാണ്. എന്തായാലും സംഭവം വളരെ കൊള്ളാം. അങ്ങോട്ട് കിടക്കാച്ചുണ്ട്. നിങ്ങൾ ഇത് വെച്ച് ഈ ഫോട്ടോ വെച്ച് ഗൂഗിൾ ലെൻസ് വെച്ച് കണ്ടുപിടിക്കട്ടെ, അല്ലെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് ഫൈനലി ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ പോകണം. അവിടെ ഒരു കിടിലം പള്ളിയുണ്ട്, ഒരു ചെറിയ പള്ളി. ഗൈസ്, ഫുൾ മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇവിടെ ഒന്നുമല്ല, ആള് തൊട്ടപ്പുറത്തോട്ടാണ്. അവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗത്തോട്ട്. ഇപ്പോഴും വെള്ളം ഒലിക്കുന്നുണ്ട് കേട്ടോ. അവിടെ വെള്ളച്ചാട്ടമുണ്ട്, നല്ല തണുത്ത. പിന്നെ വേറൊരു കാര്യം ഇല്ല, ശ്രദ്ധിക്കേണ്ട സിപ്പ് ലൈന് അങ്ങനത്തെ കുറേ സംഭവം ഉണ്ട്, ആക്ടിവിറ്റി ഉണ്ട്. ഇത് മോനെ, ഇതാ പൂക്കറ്റ് പൂക്കറ്റോ? ഈ സ്ഥലം ഇവിടെയല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഫേമസ് സ്ഥലമാണ്, ലോകത്തിലെ ഫേമസ്. ഇത് രണ്ടും ഇങ്ങനെ ഒരുമിക്കും ഈ സ്ഥലം. അത് ബത്തോമില. ഗൈസ്, ഇവിടെയൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റിൻ്റെ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കർഷകരാണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതൽ. ഒരു സ്റ്റാച്ചു ഇവിടെ കാണാം, ഒരു കർഷകരായ 2 പേരുടെ സ്റ്റാച്ചു. ഇഷ്ടം പോലെ അറബ്സ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അറബികളെയാണ്. ഗൈസ്, ഏതോ അറബിയാട്ടോ, 100% ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ സൗദിക്കാരാണ് വരുന്നത്. ഗൈസ്, അവർ പ്രത്യേകം ചോദിക്കുന്നുണ്ട് ഇന്ത്യ ആണെന്ന് കണ്ടോ. ഇവിടെ ഒരു മോസ്കോ ഉണ്ടോ? നമ്മൾ ഇന്നവരെ കാണുന്ന ടൈപ്പുള്ള മോസ്കുകളാണ്. നിസ്കരിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്താ സെറ്റ്! ഒരു വെള്ളച്ചാട്ടം നോക്കിയവനെ നേരെ ഫ്രണ്ടിലോട്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് ഇവിടുന്ന് അവിടം വരെയുള്ള റോപ്പ് വേ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ തണുപ്പത്ത് അത് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധിപരമായ. നടുവല്ലെങ്കിൽ എന്ത് ചെയ്യും ഗൈസ്? നമ്മൾ ശരിക്കും ഗൂഗിളിൽ നോക്കാൻ നേരത്ത് പച്ചപ്പ് വിതറിയ ഒരു കിട്ടിയ സ്ഥലം, അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ കാണിച്ചത്. ബട്ട് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മൊത്തം ചുണ്ണാമ്പ് വിതറിയ പോലെ മൊത്തം വെളുത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഇവിടെ മഞ്ഞ് പെയ്ത്, ഞാൻ ഉറപ്പാണ് ഇവിടെ നോക്കണേ മഞ്ഞുള്ള. ഗൈസ്, ഇവിടെ തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനേ ഇതിലേ നടന്ന് ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ വിൻ്റർ ഷൂ അല്ല,
സാധാരണ ഷൂ ആയതുകൊണ്ട് അപ്പുറം ക്ലിയർ ആയിട്ടുള്ള സ്ഥലം ആൾക്കാർ ഇറങ്ങുന്ന ഇതിലൊന്നും കയറാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം കാല് മരച്ചു പോകും. കാല് മരിക്കുന്നതല്ലേ ഇവനെ, ഇതല്ല പൊട്ടി കിടക്കുന്നുണ്ട്, കാല് നേരെ അടിയിലോട്ട് പോകും, നമുക്ക് കാണാൻ പറ്റുമല്ലോ. ചെറിയ മഞ്ഞല്ലേ? അതെ കറക്റ്റാണ് നീ പറഞ്ഞത്. നിനക്ക് എന്നെ തണുപ്പടിച്ചു വെളിവ് വെച്ചോ? അതിനാ അല്ല, ഞാനവിടെ ഓട്ടോ കണ്ട്, ഞാനിപ്പം പോകണ്ടായിരുന്നു അല്ല പറഞ്ഞേ. ഗൈസ് നോക്കൂ, വേറൊരു കാര്യം, ഇന്ന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറി അങ്ങ് പോകും, എന്നിട്ട് നേരെ തിരിച്ചിറങ്ങിപ്പോവും. നീ എപ്പോഴും അവിടെ എത്തിയേ? അവിടുന്ന് പിന്നെ നാളെ നമ്മൾ മൊണാസ്ട്രിയാണ് കാണാൻ വന്നൊരു ഓർത്തഡോക്സ് മൊണാസ്ട്രിയാണ്, ഒരു മലയുടെ സൈഡിലുള്ള. അതിന് ശേഷം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, ഞങ്ങൾ ക്ലൈമറ്റ് നോക്കിയാണ് നിൽക്കുന്നത്, പക്ഷേ നിന്നിട്ട് കാര്യമില്ല കേട്ടോ, ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണെന്നുള്ള മനസ്സിലായി. അതിന് ശേഷം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുറേ വെള്ളച്ചാട്ടങ്ങളാണ്, അങ്ങനെയുള്ള അത്ഭുതകരമായ കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. കാണാൻ പറ്റും. ഓ നോക്കിക്കേ നിങ്ങൾ, എന്താ രസം നോക്കിയേ. വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അവിടെ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കാം കേട്ടോ, അതാണ് 100% ഉറപ്പായ കാര്യം. ഈ വെള്ളത്തിലൊന്നും നമ്മൾ ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരും. ഫ്രീസ് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വരും. ആ മേളീന്ന് അപ്പോൾ ഇത് ഒലിച്ചൊലിച്ച് വരുന്ന കേട്ടോ. അപ്പം സമ്മറിലൊക്കെ അങ്ങനെ മേളീന്നായിരിക്കും വെള്ളച്ചാട്ടം വരുന്നത്. എവിടെ നോക്കിയാലും അറബികൾ, ഇത് എങ്ക പാത്താലും അറബിതാ, വേറെ ഒന്നുമേ. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ അറബി ആൾക്കാർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും. മലബാറി എന്ന് അല്ലല്ല, ഇവിടെ ഇന്ത്യ എന്നല്ല കേട്ടോ, ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ എന്ന് പറയണം. അപ്പോൾ നമ്മൾ പറയും പഴയ ഹിന്ദുസ്ഥാൻ, ഇപ്പോഴത്തെ ഇന്ത്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഒപ്പിക്കുന്നത്. ഇത് കറക്റ്റാണെന്നൊന്നും ഞങ്ങൾക്കും അറിയത്തൊന്നുമില്ല. ഇതിൻ്റെ മേളിൽ കയറി സിപ്ലൈൻ ചെയ്യുന്ന സംവിധാനങ്ങളാട്ടോ. എന്താ വ്യൂ. ക്ലോസ് ആക്കി കേട്ടോ, സിപ്ലൈൻ ക്ലോസ് ആക്കി കണ്ടില്ലേ? ആണോ? മഞ്ഞ് കാരണമായിരിക്കും, അല്ലെ മൂക്കും തെറ്റി താഴെ. എടാ ലിബിനെ ഇങ്ങോട്ട് വന്ന്, കിടിലൻ സ്ഥലം. കിട്ടുകാച്ചി കേട്ടോ ഇത്. ഇവിടെ ഫുൾ ഇതുണ്ടോ ഇതേപോലെ കേട്ടോ. ഞങ്ങളുടെ ഡ്രോൺ ഇന്ന് അസ്തമിക്കേണ്ടതായിരുന്നു, ബട്ട് നമുക്കത് തിരിച്ചു കിട്ടി. ഞങ്ങൾ ഇവിടെയും പറത്തി, എല്ലായിടത്തും പറത്തി. മേളിൽ നിന്നുള്ള വ്യൂ കിട്ടും കേട്ടോ. ഗൈസ്, ഈ കാണുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്. ഞങ്ങളവിടെ കയറി കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തെ കള്ളപ്പെടും. അവന് കേട്ടാൽ പോലെ അവൻ്റെ റെസ്റ്റോറൻറ്റ് പാട്ട്, അവൻ്റെ ലോകം മൊത്തം കേൾപ്പിക്കണം. പിന്നെ എന്നാ ചെയ്യാനാണ്? വ്യൂ ഏറ്റവും നല്ല വ്യൂ, നല്ല രീതിയിൽ സ്ലിപ്പറി ആട്ടോ ലിബിനെ. വളരെ 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 ശ്രദ്ധിക്കണം, എങ്കിൽ പല്ലിൻ്റെ എണ്ണം കൂടാതിരിക്കും കേട്ടോ. ഇനിയും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് സഞ്ചരിക്കാനുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകണം. വീണ്ടും നമ്മൾ മണാക്കുണാൻ ഹായ് നോക്കൂ, നമ്മൾ ഫൈനലി ഒരു ഒമാൻകാരനെ കണ്ടു. പേര് മുഹമ്മദ് എന്നാണ്. പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യക്കാർ കൂട്ടത്തിൽ നിന്നാണ് പറഞ്ഞത്. വിച്ച് പ്ലേസ് ഇൻ ഒമാൻ? Oh, Muscat, main capital. So many Arab people coming here in Turkey, this side. Guys, എന്തായാലും വളരെ സന്തോഷം. മീറ്റൊക്കെ ഓക്കെ. അസ്സലാമലൈക്കും. ഗൈസ് നോക്കൂ, അപ്പം ഇവിടെ കണ്ടമാനം അറബ്സ് ഉണ്ട് കേട്ടോ, കണ്ടമാനം. ഇത് മനസ്സിലായി കേട്ടോ. ഇതേ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കാൻ നേരത്തെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഗൈസ് ഇവിടുന്ന് ഇങ്ങോട്ട് നല്ലൊരു ഷോട്ട് കിട്ടും കേട്ടോ. ഇവിടെ നല്ലൊരു ഷോട്ടായി. ആ ഡ്രോൺ ഇവിടെ വെച്ച് കീച്ചായിരുന്നെങ്കിലോ കുറച്ചും കൂടെ തകർത്തു വരികയാണ്. അല്ലടാ ലിബി, ഡ്രോണിന് ചാർജ് ഇല്ലല്ലോ. ഇങ്ങോട്ട് ഇല്ല, ഞാൻ അങ്ങോട്ട് പോകില്ല. നീ വാ, നമ്മളെപ്പോഴും തലതിരിഞ്ഞന്മാരാ. വാ ഗൈസ്, ഇത് കണ്ടോ എന്താ രസം. ഇതിൻ്റെ 10 ഇരട്ടി ആട്ടോ ഇനി നമ്മൾ കാണാൻ വേണ്ടി മേലോട്ട് പോകുന്നത്. ഇതിൻ്റെ 10 ഇരട്ടി വ്യൂ ആണ് കാണാൻ വേണ്ടി പോകുന്നത്. എൻ്റെ പൊന്നെ നോക്കിക്കേ നിങ്ങൾ. ഗൈസ്, തുർക്കി ഇത്ര അത്ഭുതം. ഗൈസ്, ബേസിക്കലി തുർക്കി എന്ന് പറയുമ്പോൾ ആൾക്കാർ വരുന്നത് മറ്റേ ആ ഒരു തട്ട് പോലത്തെ ഒരു സംഭവം, പിന്നെ അതേപോലെ ഈ ബലൂൺ അതല്ല ശരിക്കും പറയുകയാണ് ഇങ്ങോട്ടാണ് തുർക്കി. ഗൈസ് നോക്കൂ, നിങ്ങൾ സ്വന്തമായിട്ടൊരു വണ്ടി കൊണ്ട് വന്ന് ഇവിടെ സ്വന്തമായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അല്ല. ഇവിടെ ഒരു വണ്ടി എടുക്കുക, റെന്റിന് എടുക്കുക, കറങ്ങുക. അത് മറ്റേ ടാക്സി അപ്പോഴത്തേക്ക് നിക്കർ ഒരു കൈ കൊടുക്കാം. അല്ലേ മറ്റേ ടാക്സി എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ തുർക്കി അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അത് നമ്മുടെ നാട്ടിലത്തെ പൈസ വെച്ച് എവിടെ കാലിക്കറ്റായിട്ട് യാത്ര ചെയ്യാന്ന് വെച്ചാൽ നടക്കൂല. അതെ, ഇവിടുത്തെ പൈസ നമ്മളെ ഇതാക്കി രസം. എന്ത് തദ്ദേശീയ ആൾക്കാരാട്ടോ നടന്നു പോകുന്നത്. തദ്ദേശീയ ആൾക്കാരെന്ന് പറയാനുള്ള കാരണം അവരുടെ വസ്ത്രധാരണത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. ഇവിടെയാണ് കുറച്ച് മുമ്പേ നമ്മുടെ മിനിക്കുട്ടി ഓടി നടന്നത്, അവളെ തിരിച്ചു കൊണ്ടുപോയി. ഇത് നോക്കിയേ, ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാരിലും കൂടുതൽ ഇവിടെ പ്രോപ്പർട്ടീസ് രാവിലെ മിനിക്കുട്ടി ഒന്ന് ഒളിച്ചോടാൻ നോക്കി, സമ്മതിച്ചില്ല. ഗൈസ്, തുർക്കി ഇതൊന്നും അല്ല കേട്ടോ. ഇനി നിങ്ങളെ ഓരോ കാഴ്ചകൾ ഞങ്ങൾ തുർക്കിയല്ല. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിരിക്കുന്നത് ആ ഹോട്ട് ബലൂൺ, പിന്നെ അതേപോലെ തന്നെ ഒരു തമിഴ് പടം ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ട്, ഇങ്ങനെ തട്ടായിട്ടൊരു വെള്ളച്ചാട്ടം പോലത്തെ. പഞ്ചാബിയുടെ അടുത്തും അറബിയുടെ അടുത്തും വണ്ടി കൊടുത്ത വണ്ടിയുടെ കിളി കുരിത്തരും കേട്ടോ. അപ്പം അതേപോലത്തെ സ്ഥലങ്ങളൊന്നും അല്ല, ഇവിടെ ഇഷ്ടംപോലെ കിടിലൻ സ്ഥലങ്ങളുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര അത്ഭുതം നമ്മുടെ വണ്ടി വന്നത്. അല്ലേ തുർക്കി ഉള്ളതെന്ന് ജനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു കേൾക്കാതിരിക്കാൻ. ഇതിന്റെ അകത്ത് നമുക്ക് കറക്റ്റായിട്ട് മൈക്ക് വെച്ചാലും കുഴപ്പമില്ല. അസ്സലാമലൈക്കും. നിന്നോടല്ലല്ലോ പറഞ്ഞ്, അവരോടല്ലേ. ഇന്ത്യ. You are from?
സൗദി അറേബ്യ. ഐ എം മലബാറി. മലബാറി. ഗൈസ് നോക്കൂ, ഇത് ഇവിടെ ഫുള്ള് പറഞ്ഞില്ലേ അറബികളാണ് ഏറ്റവും കൂടുതൽ. എന്തായാലും നമുക്ക് ഈ സ്ഥലത്തിനോട് നമുക്ക് നേരെ വിട പറഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. നമുക്ക് ഇനിയും സ്ഥലങ്ങൾ കയറാറുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്ര നാൾ നിങ്ങൾ കണ്ട പോലത്തെ തുർക്കിയല്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സുഹൃത്തുക്കളെ. വളരെ മനോഹരമായൊരു തുർക്കിനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ആഹാ, എൻ്റെ അടുത്ത കളി. ഗൈസ് നോക്കൂ, ഈ പുള്ളി സൗദിക്കാരനല്ല, സൗദിയ കിട്ടില്ല മനുഷ്യൻ. എന്ത് പറഞ്ഞാലും ദൈവത്തിന് സ്തുതി. എന്ന് വെച്ചാൽ മാഷല്ലാ ദൈവത്തിന് സ്തുതി. നല്ല രസമായിട്ട് അവരുടെ ഒരു സംസാരം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ വണ്ടിയുടെ തൊട്ടടുത്തെത്തി. പുള്ളിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു നമ്മുടെ വണ്ടി ഇങ്ങനെ എത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാം. ആണോ? അല്ലല്ല, എന്തായാലും ഭാര്യ ഉണ്ടാവും. ഞാൻ നോക്കിയപ്പോൾ എല്ലാവർക്കും പാർട്ട്നേഴ്സായിട്ട് വന്നിരിക്കുന്നത്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കുകയാണ്. അതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ നമുക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ പുതിയൊരു രാജ്യമാണ്, പുതിയൊരു സംസ്കാരമാണ്, പുതിയൊരു ഭാഷയാണ്. തുറന്നു തന്നാൽ കയറാമായിരുന്നു, തണുത്തിട്ട് കൂട്ടിയിടിക്കുന്നു. കേട്ടോ അപ്പുറത്തോട്ട് കയറിക്കോ. ഗൈസ് കയറുവാണ്. ഇനിയും ഡ്രോൺ പറത്താൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഗൈസ് ഇനി ഇതേപോലത്തെ കാഴ്ച നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞൊക്കെ ഏകദേശം തീരാറായി. അവസാനം മഞ്ഞാണ് എൻ്റെ മനസ്സ് പറയാം. എനിക്കും അങ്ങനെയാണല്ലോ ഇവനെ തോന്നുന്നു. ഏകദേശം മഞ്ഞിന്റെ വെടിക്കെട്ടും സംഭവങ്ങളൊക്കെ തീരാറായി. ഈ കൊല്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് അവസാനം വരെ വെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് ഓടിക്കുകയാണ്. ഫുൾ ഒരു കീട്ടിയിലും കാഴ്ച. പണ്ടൊക്കെ ഇന്ത്യയുടെ അരുണാചലിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ട പോലത്തെ കാഴ്ചകളാണ് നമ്മളങ്ങ് മേലേക്ക് കയറി പോകുന്നിടത്ത് കാണുന്നത് കേട്ടോ. തണുപ്പില്ല ഇവനെ ഇവിടെ, തണുപ്പില്ല, അതുപോലെ ശ്വാസത്തിന്റെ. പക്ഷേ ഡിപ്പെൻഡ് ഓഫ് ദി ബിസിനസ് ആൻഡ് ടൂറിസം അറബ്സിനെ കേന്ദ്രീകരിച്ചാട്ടോ. അത് 100% ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കി, എല്ലാ ഷോപ്പുകളും എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാം അറബിയിലൊക്കെ എഴുതി നോക്കി. ആ കാണുന്ന അവിടെ വരെ നിൽക്കുന്നത് അറബികളാണ് കണ്ടോ. ഫുൾ അറബികളും സംവിധാനങ്ങളാണ്. അപ്പം ഡിപ്പെൻസ് ഓഫ് ദി കച്ചവടം വരെ അറബ്സിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് തന്നെയാണ് വിൽക്കുന്ന സ്ഥലമാടാ. ഇത് ചായ, കോഫി, നമുക്ക് പറ്റിയ സാധനങ്ങളില്ല കേട്ടോ. എന്തായാലും മേടിച്ച് കഴിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. തല്ലിപ്പള്ളി റോഡാണല്ലോ. ഗായ്സ് ഇങ്ങോട്ട് വരാൻ നേരത്ത് സ്ലിപ്പറി റോഡായി കേട്ടോ. നേരത്തെ അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി റോഡായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലവും അതേപോലെ നല്ല സ്ലിപ്പറി സ്ഥലം എന്ന് വെച്ചാൽ സ്ലിപ്പറി സ്ഥലം കേട്ടോ. അതേപോലെ കുറേ സ്ഥലത്ത് ഇതേപോലെ റോഡ് ഇടിഞ്ഞിടിഞ്ഞ് പോയിട്ട് നല്ല സെറ്റപ്പായിട്ട് വേറെ റോഡും പണി. ഇങ്ങോട്ട് വന്നപ്പോൾ ഫുള്ള് കട്ടറായി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും. ഇതുകൊണ്ട് അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട് നോക്കണേ. ഗായ്സ് കയറി നൈസായിട്ട് ഇതിന് എടുക്കും കേട്ടോ. ചെറിയ വണ്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളൂ. നമ്മളെപ്പോലുള്ള വലിയ വണ്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാ ടൂറിസ്റ്റുകളും അടിച്ചു വിട്ടുപോകുന്ന പരിപാടിയില്ല കേട്ടോ. ഓരോ സ്ഥലം കണ്ട് ഇങ്ങനെ ഇരുന്നാട്ടോ പോകുന്നത്. ഇവൻ പരമാവധി വണ്ടി ഇങ്ങനെ കയറ്റി ഇവിടെയൊക്കെ പയ്യെ ഓടാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ടയറും കൂടെ മോശം, അതും കൂടി ഒന്ന് മാറ്റണം. വളരെ സന്തോഷം, വളരെ സന്തോഷം. സ്നോ ഭയങ്കര ബ്ലാക്ക് ഐസ് ആയില്ലേ റോഡ് മൊത്തം. വളരെ പെരിയ കയറാണ്. ഇത് റിസ്ക് ആട്ടോ. ഇപ്പൊ കേറുന്നതല്ല റിസ്ക്, ഇറങ്ങി വരുന്നതാണ് ഏറ്റവും കൂടുതൽ റിസ്ക് അല്ലേ ഇവനെ. ഇടയ്ക്ക് വണ്ടി കയറുന്നുണ്ടേ, അതാ തെന്നി അങ്ങ് പോട്ടോ താഴോട്ട്. ഈ ഭാഗം കറക്റ്റാണ്, ഈ ഭാഗമാണ് പ്രശ്നം. അങ്ങോട്ടൊന്ന് പോയാൽ നേരെ കൊക്ക. അയ്യോ വലിയ കൊക്കയാണ് താഴോട്ട്, തല്ല് കൊക്കയാ. പക്ഷെ ഈ റോഡ് തന്നെ ഒരു ക്ലീൻ ആക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകാതെ. അപ്പോൾ രാവിലെ ക്ലീൻ ആക്കിയതാ. അപ്പോൾ ഗായ്സ് നോക്കി, ഇങ്ങനെയുള്ള മഞ്ഞിൻ്റെ അകത്തുനിന്ന് തുരന്നാട്ടോ ഇവൻ കയറ്റി വരുന്നത്. കാര്യമെന്ന് വെച്ചാൽ ബേക്കിലൊരു വണ്ടിയുണ്ട്, അതിൽ നേരം നമുക്ക് നിർത്തിയിടാനും പറ്റില്ല കേട്ടോ. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഈ മണ്ണിട്ട റോഡിൻ്റെ അകത്ത് നമ്മൾ ചെളി ചെയ്യാൻ നേരത്തെ
ഇങ്ങനെ നടുക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കില്ലേ, അതേപോലെ തന്നെ ഇങ്ങനെ കയറി കയറി പോകുന്ന നോക്കി. ഈ കൊല്ലത്തെ അവസാനത്തെ മഞ്ഞെന്ന് വെച്ചാൽ അവസാനത്തെ മഞ്ഞായിരിക്കും കേട്ടോ. അത് ഏകദേശം ഉറപ്പിച്ചു. പക്ഷേ തണുപ്പെന്ന് പറയാൻ നമുക്ക് പറ്റില്ല, തണുപ്പ് വളരെ കുറവാട്ടോ. ഇനി മറ്റേ വണ്ടീനെയും കൂടി ഒന്ന് സൈഡ് കൊടുത്ത് കയറ്റി വിടണം. ഈ ഗിയറുള്ള വണ്ടിയുടെ ഗുണമാണിത്. ഹാൻഡ് ബ്രേക്ക് വിത്ത് ഫസ്റ്റ് കൂമ്പിന്നാ തോന്നുന്നു കേട്ടോ. നോക്കട്ടെ, ടയർ തിന്നുന്നുണ്ട്. ഫ്രണ്ട് ടയറാണെന്ന് എനിക്ക് തോന്നുന്നത്. രണ്ട് 3 ടയർ വളരെ മോശമായിട്ടോ. നോക്കിയാൽ പോകുന്ന വഴി കണ്ണാടി വെച്ചേക്കല്ല, കണ്ണും കൂടെ പോട്ടോ. എൻ്റെ അമ്മോ, എന്തൊരു ഗ്ലേസിങ്ങാ. നമ്മൾ കാരണം ബേക്കിൽ അറബി പെട്ടു. അല്ല അറബി പറഞ്ഞു, നീ പയ്യെ പൊക്കോളാൻ പറഞ്ഞു. അറബിയാണോ? അറബിയാ. ഇതിലെ വണ്ടി ഓടിക്കില്ല, വണ്ടി വരാൻ നേരത്തെ ടയർ സ്ലിപ്പ്. മഞ്ഞിന്റെ അതിശൈഷ്യം കൂടി കേട്ടോ. ഇങ്ങോട്ട് വണ്ടി വളരെ തന്നെ ഭയങ്കര. ഫ്രണ്ടിൽ നിന്ന് മാറി കേട്ടോ. ആ വണ്ടി മാറിക്കാം. സൈഡ്. പോട്ടെ. ബേക്കിൽ നമ്മളിലും കഷ്ടപ്പെട്ട ഒരു പുള്ളി തുഴഞ്ഞു വരുന്നുണ്ട്. അയ്യോ എടാ, ഇത് കട്ട മഞ്ഞാണല്ലോടാ. ഇങ്ങോട്ട് മഞ്ഞിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടം കേട്ടോ. നോക്കി വണ്ടിയുടെ ടയർ ചെത്തി കയറുന്ന നോക്കി. ഭയങ്കരമായിട്ട് വണ്ടി തരാൻ ചാൻസ് കൊടുത്തു കേട്ടോ ഈ മഞ്ഞിൻ്റെ അകത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഐസ് എന്ന് വെച്ചാൽ സാധനം ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഒരു ഇതുണ്ട് കേട്ടോ, വെള്ളച്ചാട്ടം. ഗായ്സ്, അതേ സമയത്ത് എബിൻ അവിടെ എത്തി കേട്ടോ. അതേ സമയത്ത് ഈ കാണുന്ന വണ്ടീനെ ഇങ്ങോട്ട് കയറ്റി വിട്ടു കേട്ടോ എബിന്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയൊക്കെ എന്നാ വിശ്വസിച്ചാൽ ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ചൈന ഒരു കാര്യമില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇവിടെയെങ്ങാനും നമ്മൾ മഞ്ഞ് വീണിട്ട് പെട്ട് കഴിഞ്ഞാൽ 1.5 പടലാവും. ഗൈസ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടിച്ചു കിട്ടിയെന്ന് പറയാം. കാരണം നമ്മൾ വിചാരിച്ച് ഇവിടെ ഒരു വലിയ സ്വിറ്റ്സർലൻഡ് പോലത്തെ ഗ്രാമമാണ്. പക്ഷേ ഇത് വിൻ്റർ ടൈമിലുള്ള സ്വിറ്റ്സർലൻഡാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ സമ്മർ ടൈമാണെന്ന് വിചാരിച്ചാൽ നോക്കിയാൽ ഈ കാണുന്ന ഇവിടെ നമ്മൾ നമ്മുടെ നെപ്പോളിയൻ ചെറുക്കനെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത്രയും നേരം വരെ ക്യാമറകൾ കൈകാര്യം ചെയ്ത ലിബിനാണ്. നടന്ന് ലിബിൻ്റെ ഊപ്പാടിളകുന്ന തണുപ്പില്ല. അതെന്നാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഇത്രയും തണുപ്പിൽ അല്ല ഇത്രയും തണുപ്പിൽ ഇങ്ങോട്ട് വന്ന കാരണം ഗൈസ് ഫൈനലി നമ്മുടെ വണ്ടി തൊട്ടടുത്ത് കിടപ്പുണ്ട്. ഗൈസ് കിട്ടിലും കാഴ്ച എന്ന് വെച്ചാൽ കിട്ടിലും കാഴ്ചയാണ്. വെണ്ണാരക്കല്ല് പോലെ കിടക്കുന്ന മഞ്ഞുകൾ. ഗൈസ് നോക്കൂ, ദേ വെള്ളച്ചാട്ടം. ഇതിൻ്റെ മേലേന്ന് മഞ്ഞിങ്ങനെ പൊടിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം. ഇവിടെയൊക്കെ ഉണ്ട്. ഇതുണ്ടോ, പൊടിഞ്ഞു മഞ്ഞ് വീഴുന്നുണ്ടോ. മരത്തിന് മേളിൽ ഇരിക്കുന്ന മഞ്ഞ് ഇങ്ങോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് ഏതാണ്ട് 9 കിലോമീറ്റർ ഇതിലെ പോകാണ്ട്. അത്ര സുഖകരമായ പരിപാടിയല്ല. തിരിച്ചിറങ്ങാൻ നേരത്ത് ശരിക്കും പാടുപെടുമെന്ന് വെച്ചാൽ ശരിക്കും പാടുപെടാനുള്ള സാധ്യതയുണ്ട്. വീഴായിരുന്നാ മതി. അതിനാ ഈ ഇതിൽ നമുക്ക് എങ്ങോട്ടും എങ്ങനെയെങ്കിലുമൊക്കെ പോവാം. പുതിയ മഞ്ഞ് കൊണ്ടോണ്ട് പെട്ടു. നോക്കൂ, നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ കാണാത്ത തുർക്കിയാണ്. കാരണം ഞങ്ങൾ ഉള്ള ഏരിയയിലേക്ക് കയറി തുടങ്ങി. ഗൈസ് നോക്കൂ, ജോർജിയയിൽ നമുക്ക് സമ്മതം കിട്ടിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിടുത്തം വീണില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ജോർജിയയുടെ വേറെ കുറേ സ്ഥലങ്ങൾ കാണിച്ചു തന്നാനേ. പക്ഷേ അത് സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ തുർക്കിക്ക് വന്നു. ഇനി ഞങ്ങൾ യൂറോപ്പിന് പോകും. ഗൈസ് 10-15 ദിവസമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നത്. 10-15 അല്ല 20 മാക്സിമം. അതിനുള്ളിൽ ഞങ്ങൾ യൂറോപ്പിന് കയറണം. അപ്പം നമ്മുടെ ചെറുക്കൻ കിടക്കുന്ന ആ കിടപ്പെന്ന് പറഞ്ഞാൽ ഒരു 1.5 കിടപ്പാണ്. അടിച്ച് പൂസായിട്ട് കിടക്കുന്ന പോലെ കിടക്കുന്നത്. അടിച്ച് പൂസായി കിടക്കുന്ന പോലെ ആൾ കിടക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ഫ്രണ്ടിലേക്ക് ഇനി എന്താണ് കാഴ്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയത്തില്ല. എനിക്കറിയാം എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ മഞ്ഞായിരിക്കും ഫ്രണ്ടിലോട്ട്. ഗൈസ് അതിനുള്ള സാധ്യതയുണ്ട്. ഗൈസ് നോക്കൂ, അപ്പോൾ വീണ്ടും ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങോട്ട് ഒരു കാർ വന്നിട്ട് കയറി പോകാത്ത നോക്കിയേ. തെന്നിക്കളി അത് കയറുന്നില്ല കേട്ടോ. അത് വിൻ്റർ ടയറൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരു ടയറും അല്ല ഇപ്പം വന്നപ്പോൾ വിൻ്ററായിരുന്നു. നോക്കിയാ ടയറിലെ വെള്ളം നോക്കിയാ. നീ ഈ ടയറിലേക്ക് നോക്ക്. നീ ആ വണ്ടി ഇങ്ങോട്ട് വരുവുള്ളൂ കേട്ടോ. അത് കയറൂല. ദൈവമേ, അത് നമുക്ക് ഗിഫ്റ്റ് അടിക്കുമോ? അതിനാ അത് കയറുന്നില്ല. നമ്മുടെ വണ്ടി ഇച്ചിരി മുന്നോട്ട് വെച്ചോ. ഒരുമിച്ച് കാണിക്കുന്നത് അല്ല, ടയറിൻ്റെ അകത്ത് മൊത്തം മഞ്ഞ് കയറി. ഇനി ഒറ്റ അടിക്ക് കയറ്റിയാൽ കയറും. എന്തോ സംസാരിക്കാൻ വരുന്നതെന്ന് തോന്നുന്നു. അല്ലല്ല, വണ്ടി കയറാത്ത. വണ്ടി കയറാത്ത അല്ലല്ലോ. അല്ലെന്ന് ഇപ്പോൾ ഫുള്ള് കാല് കൊടുക്കും. ഒറ്റ വണ്ടി കയറാത്ത ഉണ്ടോ?
അങ്ങനെയൊന്നും കാല് കൊടുത്താൽ വണ്ടി കയറൂല. പൊട്ടനാണോ? അറിയത്തില്ല ഇവനെ, ഫസ്റ്റൊക്കെ വണ്ടി ഓടിക്കുന്നതായിരിക്കും. കണ്ടോ, വാ നമുക്ക് വിടാം. വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതീവ ദുഷ്കരമാണ്. ബാക്കി നീ പറഞ്ഞു കേട്ടോ, എൻ്റെ മൈക്ക് പോയി. ഓ ഗായ്സ്, അതിദുഷ്കരം കേട്ടോ ഇതിലെ വണ്ടി മുന്നോട്ട് പോകല്. അതായത് വണ്ടി പോയി 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 സംഭവമെല്ലാം ഉറച്ചു മഞ്ഞ്. അങ്ങനെ വന്നപ്പോഴത്തേന് നമ്മൾ പുതിയ മഞ്ഞിന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പം പുതിയ മഞ്ഞ് കട്ട് ചെയ്ത് വണ്ടി അങ്ങ് കയറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. കിട്ടുക്കം പ്ലേസ് എന്ന് വെച്ചാൽ കിട്ടുക്കം പ്ലേസ് കേട്ടോ. ഒരു 7 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണേണ്ട ഒരു കാഴ്ചയാണ്. ഞങ്ങൾ നേരത്തെ ഫോട്ടോ കണ്ടു കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മളവിടെ ചോദിക്കാൻ പറഞ്ഞാൽ അവിടെ പോകണം, മസ്റ്റാണ്, മിസ് ചെയ്യരുതെന്ന് പറഞ്ഞു കേട്ടോ. ഇവൻ എങ്ങനെയെങ്കിലും വണ്ടി എടുത്ത് നേരെ കയറ്റിക്കൊണ്ടിരിക്കുക. ഇവൻ അത്ഭുതകരമായി എനിക്ക് തോന്നുന്നു സുശീല ലീല ലിമല. പക്ഷെ വേറെ കാര്യമുണ്ട്, അങ്ങോട്ടൊരു വണ്ടി കയറി കഴിഞ്ഞാൽ അങ്ങോട്ടൊരു വണ്ടി പോകാൻ അവിടെ നിന്നൊരു വണ്ടി വന്നാൽ നമ്മൾ പെടുമല്ലോ. പക്ഷെ നമ്മുടെ ഷവർ ഇല്ല കേട്ടോ. ഷവർ അല്ല പൊട്ട, ഷവൽ. ഷവല് എന്റെ അമ്മ, വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ചാൽ തന്നെ തകർന്നു കേട്ടോ. അത്രയും വലിയ മഞ്ഞ. ഇനി തിരിക്കാൻ ഒരു സ്ഥലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് കിട്ടുമനെ? നമ്മുടെ മുന്നിൽ ഒരു ചേട്ടൻ കയറി പോയിട്ടുണ്ട്, ഒരു അറബി ചേട്ടൻ. അറബി ചേട്ടനാ. എവിടെയെങ്കിലും സ്റ്റെക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടു. നമ്മളടുത്തൊന്നും ഒരു സാധനമില്ല, ആകെ റോപ്പും ഉണ്ട്, ഈ അറ്റവും മൂലം തേഞ്ഞ ഒരു ടയറും ഉണ്ട്. ഇവിടെ നിന്ന് മരിക്കാൻ പറ്റൂല. നിങ്ങൾ ഇങ്ങോട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ശരിക്കുണ്ടല്ലോ ഇതൊക്കെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ എത്ര ശരിയാണ്. നമ്മൾ ഇന്ത്യയിൽ കൂടെ അത്രയോ നാൾ മഞ്ഞിലും അവിടെ ഇവിടെയൊക്കെ ഓടി എക്സ്പീരിയൻസ് എടുത്തു, ഒരു എക്സ്പീരിയൻസ് ആയല്ലോ. അതിനുശേഷം നമ്മൾ ഇൻ്റർനാഷണൽ ഈ ഇങ്ങനെ ഓടിക്കാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരാൻ നേരത്ത് നമുക്ക് ആ ഒരു സാഹചര്യം മനസ്സിലാക്കാം. കാരണം നമ്മുടെ നാട്ടിൽ ഫെസിലിറ്റികൾ ഈ വിൻ്റർ ടൈമായിട്ടുള്ള ആർമികളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, സിവിലിയൻസിൻ്റെ കയ്യിൽ അത്ര ഫെസിലിറ്റി ഇല്ല. ഇവിടെയൊക്കെ ഫെസിലിറ്റീഡാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് ഓടിച്ച് ആ ഒരു കൈ തെളിയാൻ പറ്റിയോണ്ട് ഇവിടെ ഒന്നും വന്നാൽ നമുക്കൊന്നും ഒരു വലിയ സംഭവമായിട്ട് തോന്നൂല. എൻ്റെ അമ്മോ നോക്കിക്കേ, എന്താണ് ഇത് ഭംഗിയല്ലേ ഇതിനെ കാണാൻ. റോഡ് പകുതി ഇല്ല, പകുതി മൊത്തം കല്ല അല്ലേ. അവിടെയൊക്കെ നമ്മൾ കയറുന്നത് ശരിക്കും പാടുപെടും കേട്ടോ. പിന്നെ വളരെ സൂക്ഷിക്കണം, കല്ല് റോട്ടി വന്ന് കിടക്കുന്നുണ്ടോ, ഏത് സമയത്ത് മേളിൽ ഇടിയാൻ ചാൻസ് ഉണ്ട്. ഓ ഗൈസ്, കുറച്ച് മുന്നേ നമ്മുടെ മുന്നിൽ പോയ വണ്ടി ഇവിടെ നിർത്തി കേട്ടോ. ഇവനെ എന്തോ പറ്റിയല്ലോ. അതിന് പറ്റിയല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന അവര്. ഇനി അവര് കേറുന്നില്ല? അവര് കേറും, അവരെ കേറിയില്ല. ഈ വാഹനം കൊണ്ടൊന്നും അങ്ങനെ കയറുന്ന അത്ര ബുദ്ധിപരമായ നീക്കമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർക്ക് അറിയത്തില്ലാത്തതിന്റെ ഒരു കുഴപ്പമാണ്. അവരുടെ നാട്ടിൽ വണ്ടി ഓടിച്ചതിന്റെ ആ ഒരു ഇതാണ് അവര് ഓടിക്കുന്നത്. പക്ഷെ മഞ്ഞുമലയിൽ ഓടിക്കാൻ ഇല്ല. കഥം ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ. കഥം കഥം ക്ലോസ് ക്ലോസ് ക്ലോസ്. ഐസ് ഗിയർ വീഴുന്നില്ല കേട്ടോ. 1 സെക്കൻഡ്. വണ്ടിയുടെ ഗിയറിന് എന്തോ പറ്റി. അയ്യോ, പണി പാളിയോ? സ്റ്റെക്കായ ക്ലച്ച് പോയാ? ഇതെന്നത് ക്ലച്ചടിച്ചു പോയടാ. ഗിയർ വീഴുന്നില്ല. ഒരു പണിയാ, ഓഫാക്കാം. സാധാരണ ഇട്ട് നോക്കിയേ, ആ പ്രശ്നം അല്ലത്. മൊത്തത്തിൽ പോയാ? മൊത്തത്തിൽ പോയി. ഡീസൽ. No, no, no. My gear problem. Huh? Gear. What's the problem? 1 second. അല്ല, ഈ വണ്ടി കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. യൂട്യൂബ് No job. No job. 2 million subscribe YouTube. 2 million? Give me your channel. ഗൈസ്, പുള്ളി കുറേ ഭയങ്കര No. ഗിയർ വീഴാത്തപ്പോൾ എൻ്റെ കിളി ഒന്ന് മാറിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ലോ. ഗിയർ വീണില്ല, പിന്നെ തീർന്നു. ഇംഗ്ലീഷ്. യെസ്, ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റൂല കേട്ടോ. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടോ ഗൈസ്? ടെമ്പറലി ഫുൾ ക്ലോസ്ഡ് ഗൈസ്, ഫുൾ. ഇനിയിപ്പോൾ ഇവിടെ ഇട്ട് വേണം തിരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പരിപാടി പാളി. വളരെ സൂക്ഷിച്ചു വേണം ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കേട്ടോ. പുള്ളിക്കാരനാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നത്. ആ വെള്ളം തോന്നി ഒഴുകുന്നു കേട്ടോ. ഫോട്ടോ എടുക്കണമെന്ന് പുള്ളിക്ക്. എടുത്തോട്ടെ ഗൈസ്. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, അതായത് ഇവിടം വരെ ഉള്ളൂ. വേണമെങ്കിൽ 2-3 സ്കീയുടെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ താഴെ പോയി വിറ്റ കാശാട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ കാണാത്ത കാഴ്ച കണ്ടോടാ ലിബിനെ. അതെ, ഇങ്ങോട്ട് നോക്കടാ. ഓ, ക്യാമറയ്ക്ക് സൂമിങ് ഉള്ളതുകൊണ്ട് കള്ളപ്പെടും, അവിടെ നിന്ന് അനങ്ങുന്നുമില്ല. നോക്കിയേ, എന്ത് രസമെന്ന് നോക്കിയേ. നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്ക്. എടാ, നീ ഇങ്ങോട്ട് പോടാ ലിബിനെ, നീ മടി പിടിക്കരുത്. നോക്കിയേ,
എന്തൊരു രസമെന്ന് നോക്കിയത് കാണാൻ വേണ്ടി. അങ്ങോട്ട് നോക്കിയേ ഗൈസ്, ഇനി അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഇറ്റ് ഈസ് എ ടെമ്പററി ക്ലോസ്. നീ അങ്ങേ മൂലയ്ക്ക് 5x ഇട്ട് കൊടുത്തേ, എൻ്റെ മേലോട്ട് കാണിച്ചു കൊടുത്തേ. മേലോട്ട് കണ്ട മല കണ്ട അവിടെ ഫുള്ള് മഞ്ഞാണ് സുഹൃത്തുക്കളെ. മഞ്ഞ്, ഫുൾ മഞ്ഞെന്ന് വെച്ചാൽ ഫുൾ മഞ്ഞാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടും ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇനി നമുക്ക് ഇവിടെ ഇട്ട് വണ്ടി ഒരു തിരിയുണ്ട്. ആ തിരി ഒരു 1.5 തിരിയായിരിക്കും. ജീവിതത്തിൽ മറക്കത്തില്ല കേട്ടോ ആ തിരിയിൽ. അല്ല ഇച്ചോണ്ട് ഒന്ന് കറക്കട്ടെ ഞാൻ ഇവിടെ ഇട്ട്. വേണ്ടല്ലേ, പാടാവിനെ മൂക്കും കുത്തി താഴെ പോയി കഴിഞ്ഞാലോ ഒന്നും ചെയ്യാൻ പറ്റും. എല്ലാവരും നോക്കി ചിരിക്കും. അറബികൾ എന്ന് വെച്ചാൽ എന്തോരം അറബികളാടാ നോക്കിയേ. അങ്ങോട്ട് നോക്കി നീ, അറബ്സേ ഉള്ളൂ. ഞാനൊന്ന് തിരിക്കട്ടെ കൂട്ടാ. അവലെ തിരിക്കുന്ന ആ വണ്ടി ഇല്ലേ, അവിടെ തിരിക്കാൻ സ്ഥലമില്ല. അവിടെ ഉണ്ട്. എവിടെ? അതാണ് സേഫ്. അതിട്ട് വട്ടമിട്ട് തിരിച്ചാൽ മതി. വണ്ടി ഇറക്കുമ്പോൾ ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ കൊണ്ടുവരുന്നു, നേരെ ഫ്രണ്ട് എടുക്കുന്നു, എടുക്കുന്നു. അതിന് സ്ഥലം അവിടെ തന്നെ. അവിടെ നല്ല തെളിഞ്ഞ സ്ഥലമാണ്. നമുക്ക് ഇറങ്ങി ഹൈവേ പിടിച്ചാലോടാ. നാളെയും കൂടെ വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ്. പക്ഷെ നമുക്ക് മൊണാസ്ട്രി കാണാം നാളെ. അല്ല ഒരു കേസ് ചെയ്യാം. നമുക്ക് ആ പമ്പ് നമുക്ക് പിടിക്കാം. നമ്മൾ നേരത്തെ കണ്ട പമ്പില്ലേ, എന്നിട്ടോ അവിടെ നിർത്താം. എന്നിട്ട് അവിടെ നാളെ നമുക്ക് അങ്ങോട്ട് തീരുമാനിച്ചിട്ട് പോവാം. ഓക്കെ, യുവർ ചോയ്സ് അവർ ചോയ്സ്. ഗൈസ് പരമാവധി റിസ്ക് എടുക്കാൻ വേണ്ടി പോവാണേ. ഇവിടെ ഇട്ട് തിരിക്കാൻ വേണ്ടി പോവുകയാണ്. നടക്കോ ഇല്ലെന്ന് യാതൊരു ഉറപ്പുമില്ല. തിരിക്കാൻ അവിടെ ഒരു തുള്ളിൽ സ്ഥലമില്ലടാ. പിന്നെ എവിടെ ഇട്ട് തിരിക്കും? എങ്ങനെ തിരിക്കും? അവരോട് കൊണ്ട് കറക്റ്റ് നിർത്തുകയും ചെയ്തല്ലേ. അല്ല ഇവനെ, അതാണ് ഇച്ചിരി കൂടെ സേഫ്. അവരെ സമയം പോയാലും കുഴപ്പമില്ല. ഇച്ചിരി വട്ടം തിരിച്ച് നമുക്ക് പോയാൽ പോരെ. അവിടെ ഗ്യാപ്പ് ഉണ്ടോടാ? എവിടെയാ നോക്കണേ. വീട്ടിൽ ആൾക്കാരുണ്ട്, കൊച്ചുമുണ്ട്, നോക്കണേ. ഓ ഗൈസ് ഇപ്പം പരമാവധി വണ്ടി തിരിച്ച് സാധനം കയറ്റുന്നു കേട്ടോ. അനങ്ങുന്നില്ല, അതാണ് ഏറ്റവും കുഴപ്പം. ഏറ്റവും നല്ല സ്ഥലത്താണ് ഒരു വണ്ടി കിട്ടും. ക്ലച്ച് പരമാവധി കത്തിച്ച് കളയാം എന്നൊരു ഇതേ ഉള്ളൂ കേട്ടോ. കിട്ടുവാടാ? പോട്ടെ. മതി. കിട്ടും നോക്കിയേ. ഇനി ഫ്രണ്ട് കിട്ടൂല. നീ ഫ്രണ്ട് ഒന്ന് നോക്കടാ. ഇനി കിട്ടൂല ഇവനെ, അതാ തട്ടു. ഇനി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാ കിട്ടൂല. ഫ്രണ്ട് എന്തോരം ഉണ്ടെന്ന് വന്ന് നോക്കാം. ഇല്ലല്ലോ ഒരു എഞ്ചിൻ. ഇനി പോയാൽ കഴിഞ്ഞാൽ വണ്ടിയുടെ ബോഡി പോവും. കല്ല ഫ്രണ്ട് കിടക്കുന്നത്. വേക്കെടുക്ക്. പോരട്ടെ. ഒരു മിനിറ്റ് ബേക്കും കൂടെ നോക്കട്ടെ. പോരട്ടെ. വാ ഇഷ്ടം പോലെ സ്ഥലം. വാ മതി. തിരിച്ചോടി. ഒന്നും കൂടെ ഒടിച്ച് കിട്ടുവാണെങ്കിൽ മൊത്തത്തിൽ കിട്ടും. ഇനിയും ബേക്ക് വാ അതിനെ. വായോ. വാ ഇത് നേരെ ആയിക്കോ. ഓ ഗൈസ് ഫൈനലി ഞങ്ങൾ രക്ഷപ്പെട്ട് കിട്ടി. നേരെ ഇനി ഇവിടുന്ന് ചലോ. ഗൈസ് ഇപ്പോൾ ക്ലൈമറ്റ് -1, ഫുൾ സ്നോഫോൾ വീഴാൻ വേണ്ടി പോവാണ്. അതിനു മുന്നേ നമുക്ക് ഇവിടുന്ന് പോവാം. കാരണം നല്ല രീതിയിൽ സ്നോഫോൾ ആയി തുടങ്ങി കേട്ടോ. സ്നോഫോൾ ഇനിയും കൂടുതൽ വീണ് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. റോഡിൽ ഇച്ചിരി ഫ്രഷ് മഞ്ഞ് വരും. ഫ്രഷ് മഞ്ഞ് വരാൻ നേരത്തെ ഇച്ചിരി കൂടെ വണ്ടി ഓടാൻ വേണ്ടി നല്ലതായിരിക്കും. അങ്ങോട്ട് കയറാൻ നേരത്തെ ഇപ്പം തിത്തേതാകതെ വെക്കാൻ പോകുന്നത് കണ്ടോ. ഇവിടെ നമ്മൾ നൈസായിട്ട് ഓടിച്ചു കിട്ടി. നമ്മുടെ ടയർ അത്ര നല്ലതല്ല കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലായിടത്തും ഒരു ഭാഗ്യമാണ് കഴിച്ചിലായി പോകാന്നുള്ളത്. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഊരിപ്പോവാം, ഇല്ലെങ്കിൽ ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും. ഇല്ല വണ്ടി ഓവർ നന്നായിട്ട് കറങ്ങും കേട്ടോ. ആണോ? വണ്ടി പെത്തിയെ നമുക്ക് ഓടിച്ച് കയറ്റാം. വേറെ വണ്ടി ഇറങ്ങി വരായിരുന്നാ മതിയായിരുന്നു നേരത്തെ പോലെ അല്ലേ ഇവനെ. അതെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒതുക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയുള്ള സ്ഥലം ഇല്ല ഇവിടെ. ഈ മണ്ണിട്ട് വീണ് അടിയിലോട്ടൊക്കെ ഭയങ്കര കാഴ്ചയാണല്ലോ. ഇപ്പോൾ കറക്റ്റ് നമ്മൾ മഞ്ഞപ്പൊടിയാ വന്നു നോക്കിയേ. ഇപ്പൊ നമ്മുടെ വണ്ടി കയറുമോ ഇല്ല എന്നുള്ള കറക്റ്റ് അറിയാം കേട്ടോ. തെറിക്കും കേട്ടോ മഞ്ഞ്. പോട്ടെ. ഭാഗ്യം. ഫൈനലി ഭാഗ്യത്തിന് കയറി കിട്ടി കേട്ടോ. അവിടെ ആയിരുന്നു സ്ലിപ്പറി ആയിക്കൊണ്ടിരുന്നത്. വെയിറ്റ് ഉള്ളതുകൊണ്ട് കയറി കിട്ടും. വെയിറ്റ് ഉള്ളതും പ്രശ്നം കേട്ടോ. കാരണം തെന്നി മാറാനും തെന്നി നീങ്ങാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ല ലിബി? വളരെ ശ്രദ്ധിക്കട്ടോ. മഞ്ഞ് എന്നാ ഡേഞ്ചറാന്ന്. ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു 10 കിലോമീറ്റർ വരെ പോവാന്ന്. അവിടെ ക്ലോസ് ആവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചു. ഞാനും പ്രതീക്ഷിച്ചില്ല. ഇവനെ താഴെ നിന്ന് എന്തോ ആൾക്കാർ പറയുന്നുണ്ട് ഇന്ന് ക്ലോസ് എനിക്കത് മനസ്സിലായില്ല. ഇപ്പം മനസ്സിലായി ആ റോഡ് ബ്ലോക്ക് എന്നാണ്. ഇവിടെ ഫസ്റ്റ് ഗിയറിൽ ഓടിക്കാൻ പാടുള്ളൂ. വേറൊരു ഗിയർ വന്നാൽ ഏതെങ്കിലും ഫോൺ അടിക്കുന്നുണ്ടായിരുന്നു? ഇല്ല. വേറെ ഏതെങ്കിലും ഗിയർ വന്നു കഴിഞ്ഞാൽ പരിപാടി പാളു കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം. ഇത് വേണം കുത്തനെ ഇറക്കുവാണ്. ഇനി ഞങ്ങൾ നൈസായിട്ട് മഞ്ഞിന്ന് വണ്ടി ഇറക്കട്ടെ കേട്ടോ. ഇവിടെ എല്ലാം ഇവരുടെ കൺസ്ട്രക്ഷൻ നടപ്പുണ്ട്. അതായത് തുർക്കിയുടെ, ഇത് ചൈനയുടെ അല്ല തുർക്കിയുടെ എന്ന് മനസ്സിലായുള്ള ആദ്യത്തെ സിഗ്നൽ. ഈ മിഷനറി ഒക്കെ അമേരിക്കൻ ക്യാറ്റ് അല്ലെ യൂറോപ്യൻ മിഷനറി ആയിരിക്കും. ഒന്ന് ക്യാറ്റ് ആയിരിക്കും അല്ലെ വോൾവോ ആയിരിക്കും.
ഈ ചൈനയുടെ എന്ന് പറയുമ്പോൾ അവർ എൻ്റയർലി എല്ലാ സാധനം അവരുടെ സാധനമായിരിക്കും അവർ കൊണ്ടുവരിക. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു സിഗ്നൽ കിട്ടും. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇന്ത്യ പോലെ തന്നെ വികസിത രാജ്യമാണ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് തുർക്കി. ലോകത്തിലെ ഏഴാമത്തെ ഏറ്റവും വലിയ ശക്തിയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം കേട്ടോ. തിരിച്ച് ഇറങ്ങി വരും കേട്ടോ. ആ വരുന്ന വഴിയിൽ ഒരു വെള്ളച്ചാട്ടം നോക്കിയേ, ഇത് ഫുള്ള് വെള്ളച്ചാട്ടത്തിലെ ചുറ്റിപ്പറ്റി ഒരു ഈ ഒരു റീജൻ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത്. എന്തോരെയാന്ന് നോക്കിയേ, തട്ടിത്തട്ടായിട്ട് ചാടി ചാടി വരുന്നത്. എടാ ഇത് എന്നതാണോ നല്ല രസമുണ്ടല്ലേ ഇവനെ കാണാൻ വേണ്ടി. നല്ല ബ്യൂട്ടി ആട്ടോ. ഇതിലും പച്ചപ്പാണ് താഴോട്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു സമ്മർ അങ്ങോട്ട് മാറി, വിന്റർ മാറി സമ്മർ അങ്ങോട്ട് കയറുന്നുള്ളൂ. നോക്കിയേ ആ മേലോട്ട് നോക്കിയേ, നീ ആ സൈഡ് നോക്കിയേ, നീ അസാമാന്യ ലുക്ക് കിടിലം തന്നെ. നമ്മൾ ലോങ്ങിൽ നിന്ന് കാണാനുള്ള രസം കേട്ടോ ഇത്. അല്ലേ അടുത്തടുത്ത് ഇല്ലാന്നിട്ട് നമുക്ക് കാണാൻ പറ്റൂല. ഗൈസ് നോക്കി ഇവിടുത്തെ കൺസ്ട്രക്ഷൻ രീതി കേട്ടോ. ഹായ്, എന്താ യൂണിഫോം ഒക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പില് മതിൽ കേട്ടോ കേട്ടോ. സേഫ്റ്റി ഭയങ്കരമാണ്. സേഫ്റ്റിയും സംഭവം എല്ലായിടത്തും തുർക്കിഷ് ഫ്ലാഗ് അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ആഹാ ഇത് കൊള്ളാലോ പരിപാടി, കൊള്ളാട്ടോ. കൺസ്ട്രക്ഷൻ ഒക്കെ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ള കല്ലെന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ കോറയിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തോണ്ട് വരുന്ന കല്ലായത് ആയിരിക്കാം. ഇവിടെ എന്തോ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കൂല കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന റോഡൊക്കെ പൊളിഞ്ഞു പോയതാന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇതൊക്കെ ഉണ്ടോ? ആഹാ പിന്നെ ഇവിടെ ഒരു ഭൂമി കുലുക്കം വന്നിട്ട് നമ്മൾ ഇന്ത്യ ഒക്കെ വന്നിട്ട് കുറെ സഹായം ഒക്കെ ചെയ്തിട്ടില്ലേ? അതെ 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 അതെ. ആ ഇതിലെന്തെങ്കിലും പറ്റിയതായിരിക്കും ഇത്. ആയിരിക്കാം കേട്ടോ. ഗൈസ് ഇത്രയും നേരം വരെ നമ്മൾ മലമുകളിൽ മഞ്ഞിലായിരുന്നു. നമ്മളങ്ങനെ ഈ ടൗണിൽ നിന്ന് നമ്മളങ്ങനെ അടുത്ത ടൗണിലേക്ക് പോകണം. നാളെ നമ്മളൊരു മൊണാസ്ട്രി പിന്നെ അതുപോലെ കിടിലൻ സ്ഥലങ്ങളാണ് കാണുന്നത്. നോക്കിയേ നമ്മളങ്ങനെ വന്ന് കടലിൻ്റെ തൊട്ട് സൈഡിൽ കൂടിയാണ്. ഇനി കിലോമീറ്ററോളം ഇങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്. നമ്മൾ കടലിൻ്റെ അടുത്തോട്ടെത്തി. കാലാവസ്ഥ വളരെ മോശമാണ്. ഇന്നും നാളെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു കിടിലം വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഗൈസ് നമ്മളങ്ങനെ അടുത്ത ടൗണിലേക്ക് പോകണം. അവിടെ ക്യാമ്പർ പാർക്ക് ഉണ്ടോ അല്ലെങ്കിൽ പബ്ലിക് പാർക്കിംഗ് ഉണ്ടോ WC ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മളങ്ങനെ ഇൻ്റർനാഷണൽ ഹൈവേയിലേക്കാണ് കയറാൻ പോകുന്നത്. ഇതാണ് ഇൻ്റർനാഷണൽ ഹൈവേ. ഏതാണ്ട് ചൈനയെന്നല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ കണക്ഷനുണ്ട്. യൂറോപ്പ് വരെയുള്ള കണക്ഷനുള്ള ഒരു ഹൈവേ ആണ് ഈ ഹൈവേ. അപ്പോൾ ആ ഹൈവേയിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. അതായത് ഇത്ര നേരം വരെ നമുക്ക് എന്താ പറയുക മഞ്ഞും സംഭവമൊക്കെയാണ് അത് മാറി. നോക്കി അങ്ങോട്ട് ടൗണുകൾ നോക്കിയാൽ കടലിനോട് ചേർന്ന് നടക്കുന്ന ടൗണുകൾ എന്ത് രസമായിരിക്കും താമസിക്കാനൊക്കെ. ഗൈസ് നാളെ ഞാൻ ഇതിൻ്റെ ഒരു കിടിലൻ സീ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇന്നിനിപ്പോൾ സാധിക്കുകയല്ല, കാരണം കണ്ടില്ലേ മഴയും മങ്ങലുമാണ്. ഈ മഴ ഇനി മാറൂല. എങ്ങനെ പോയാലും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഈ മഴ ഉണ്ടാവും. മഴ എന്ന് വെച്ചാൽ വലിയ ശക്തമായ മഴയല്ല, ചെറുതായിട്ട് ഇങ്ങനെ ചിന്നി വരുന്ന മഴയല്ലേ ഇവനെ. അതെ, ഇവരുടെ ടൗണിനോട് ചേർന്നുള്ള എല്ലാ പ്രൊവിൻസുകളും ഏകദേശം ഇങ്ങനെയാണ്. ഇത് ടൂറിസ്റ്റുകളെ കാത്തു കിടക്കുന്ന വാഹനങ്ങൾ അങ്ങേ സൈഡിലും, ഇനി അതേപോലെ തന്നെ കടലിനോട് ചേർന്ന് കിടക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ഈ പോകുന്ന വഴിക്കും മൊത്തത്തിൽ അടിപൊളിയാണ്. നമുക്കൊരു 119 കിലോമീറ്റർ ഇനി സഞ്ചരിക്കാനുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഓരോ 15 കിലോമീറ്റർ കൂടാൻ നേരത്ത് നമുക്ക് ഇതേപോലെ ടൗണുകൾ കാണാം. കിട്ടിയില്ല പള്ളി കാണാൻ വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ലുക്കുള്ള പള്ളികൾ കേട്ടോ. കണ്ടമാനം പോകുന്ന വഴിക്ക് നമുക്ക് ഇതേപോലെ കാണാം. എന്തൊരു രസമെന്നറിയോ കാണാൻ വേണ്ടി. ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. നമ്മൾ ആ ചെച്ചന്നയിലൊക്കെ കണ്ട പോലത്തെ ഒരു ടൈപ്പ് ഒന്നൊന്നും അല്ല. ഇവിടെ ഒരു പള്ളിയുണ്ട്, തൊട്ടപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്. ഇഷ്ടം പോലെ. ഇത് വലിയ ടൗൺ ആട്ടാടാ, ഏതോ വലിയ ടൗണാണ്. തൊട്ടിപ്പുറത്ത് നോക്കിയേ ഫുള്ള് കടലും. ഇങ്ങനെയാണ് നമുക്കിനി കിലോമീറ്ററോളം ഈ ഒരു ബ്ലാക്ക് സീയുടെ അതായത് ചാവ് കടലിൻ്റെ തൊട്ട് സൈഡിൽ കൂടിയാണ് ഇനി നമുക്ക് ഇഷ്ടം പോലെ ടൈം സഞ്ചരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാഴ്ചകൾ മിസ്സാകുന്നെന്ന് വിചാരിക്കേണ്ട. ഇതിലും കിടിലം കാഴ്ച നമ്മൾ കീച്ചിക്കളിക്കും. ഗൈസ് ഇത് നോക്കിയേ വിമാനത്താവളം. നീ വിമാനം കണ്ട? ഞാൻ കണ്ട അതിൻ്റെ ഉള്ളിലോർന്ന് കിടപ്പുണ്ട്. ഇത് വലിയ വിമാനത്താവളമാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലങ്ങൾ കാണുന്നത്. കടലിനോട് ചേർന്ന ഒരു വിമാനത്താവളം. പിന്നെ കോഴിക്കോട് തിരുവനന്തപുരം എയർപോർട്ട് ഇതേപോലെ തന്നെയാണ്, കടലിനോട് ചേർന്നിട്ടാ. ഗൈസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഗൈസ് ഇത് കണ്ടോ, നല്ലൊരു കിടിലൻ ഒരു വിമാനത്താവളം. അപ്പോൾ ഇവിടെയാണ് ആൾക്കാർ വന്നിറങ്ങുന്നതെന്ന് മനസ്സിലായി. ടൂറിസ്റ്റുകളും അറബികളും ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പല സ്ഥലത്തോട്ടും ഫ്ലൈറ്റുകളുണ്ട്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന നെയിമും ഉണ്ടോ, ഇതാണ് വിമാനത്താവളം. ഇതാണ് വിമാനത്താവളത്തിൻ്റെ പേര് കേട്ടോ. 1 പറഞ്ഞ് 2 പറഞ്ഞതിന് പിന്നെ നമ്മൾ ചെന്ന് കയറുന്നത് പിന്നെ ഇതിപ്പം കണ്ട് നമ്മള് ചൈനയിൽ അവസാനം ഒരു പാലത്തിന്റെ വീഡിയോ എടുത്ത് ഓർമ്മയുണ്ട്. അതേപോലെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ അത് കടലിന്റെ തീരത്ത് ഇതേപോലെ കേട്ടോ. എന്തോരം 80 നമ്മുടെ മിനിമൽ സ്പീഡ്. ആ 80 തന്നെ പോകുന്നതായിരിക്കും തടിക്ക് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈൻ അടിച്ചു തരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കിടിലം കാഴ്ചകളുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ക്യാമ്പർ സൈറ്റ് കണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത്. പക്ഷെ 800 രൂപയ്ക്ക് അത് ഭയങ്കര നഷ്ടം കേട്ടോ. ഇത് ഷിപ്പ് കിടക്കുന്നു.
ഷിപ്പാണോ ഇനി മീൻ പിടിക്കുന്ന സംഭവമാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല എനിക്ക് കേട്ടോ. കോസ്റ്റലിന്റെ വല്ല ബോട്ടും അല്ലായിരിക്കും അത്. എന്തിൻ്റെയാ? കോസ്റ്റല് കോസ്റ്റൽ കാർഡ്. നമ്മളിപ്പോൾ 2 ക്യാമ്പർ സൈറ്റ് നോക്കി, വലിയ ഗുണമില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും പബ്ലിക് പാർക്കിൽ ഇടാം കേട്ടോ, കാരണം സമയം ഭയങ്കര ലേറ്റ്. ഇത് നേരത്തെ ചെല്ലണം, എന്നാലേ കാര്യമുള്ളൂ കേട്ടോ. ഫൈനലി ഒരു പാർക്കിംഗ് കിട്ടി. ഈ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി നിർത്തി. ഒരു ഷെല്ലിൻ്റെ പമ്പാട്ടോ, തൊട്ടിവിടെ കിട്ടിയിലും കാഴ്ചയാണ്. ഇതുവരെ ഇവിടെ ഇരുട്ടായിട്ടില്ല. തൊട്ട് ഇവിടെ എന്ന് വെച്ചാൽ കടലാട്ടോ, ഫുൾ കടൽ. ഹൈസ് നോക്ക്, ബ്ലാക്ക് സീയുടെ തൊട്ടടുത്ത് ഈ കാണുന്ന ഇവിടെ ഒതുക്കി. ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ തുർക്കിയുടെ ഒരു ഫ്ലാഗ് ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങാം. നാളെ ഇനി അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് ഇവിടെ നീങ്ങാം കേട്ടോ. കൊടുക്കുക അല്ലേ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ഓടിക്കണം. അത് സമ്മതിച്ചില്ലേ? 100 കൊടുത്തു പോകുന്നത്. ഞാൻ 100 എഴുതിയാക്കുന്നത്. 50 100 എഴുതിയാക്കുന്നതാ. Bu ne var ama? Euro mu var? Bu ne para var? Ne para? Bir bakayım. Kabul var. Market kabul var bu. Tamam. Kabul yok. Bunu değişiyoruz. Bak tutu böyle. Onlar Türk para. കഴിഞ്ഞാ ലാരി എടുക്കണം കേട്ടോ. എത്രയാ എടുത്തു? 100 100. അത് മതി, ഉറക്കം മതി. ഓക്കെ 100 ലാറിയിൽ പരിപാടി ഒപ്പിച്ചു. സന്തോഷം. ലിസ്റ്റ് തന്നു കേട്ടാ, ലിസ്റ്റ് തന്നു. ഇപ്പോൾ പാർക്കിന് ഇവിടെ എല്ലായിടത്തും പൈസ ഉണ്ട്. 200. അല്ല ഇതാ ലാഭം. മറ്റേ 800. ഇതാകുമ്പോൾ 100 രൂപ കൊടുത്താൽ കൊടുത്താൽ മതി. ചിലപ്പം പിന്നെ അത് 100 കൊടുക്കണ്ട, ചോദിക്കുമ്പോൾ പിന്നെ കൊടുക്കും. വീണ്ടും വരും. ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ, കുറേ പൈസ കൊണ്ട് തിരിച്ചെന്നല്ലോ. 10 തന്നു. 110 ആയിരുന്നു. നല്ല മനുഷ്യനാണ്. അല്ലേ ഇപ്പം അതിനും കൂടെ കൊടുക്കേണ്ട വന്നാണേ.